നമസ്കാരം. പാതിവില തട്ടിപ്പിൽ കളത്തിലിറങ്ങി ഇഡിയും സംസ്ഥാന വ്യാപകമായി 12 ഇടങ്ങളിൽ പരിശോധന നടത്തി. ആനന്ദ്കുമാറിന്റെ വീട്ടിലും ലാലി വിൻസെന്റിന്റെ ഫ്ളാറ്റിലും ഇഡി സംഘമെത്തി. അതിനിടെ അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ ക്രൈംബ്രാഞ്ച് എസ് പി നേരിട്ടെത്തി പരിശോധന നടത്തി. കടവന്ത്രയിലെ ഓഫീസിലടക്കം 5 ഇടങ്ങളിൽ ഇഡി സംഘം എത്തിയെങ്കിലും ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലായിരുന്നതിനാൽ പരിശോധന നടത്താതെ മടങ്ങേണ്ടി വന്നു. ഈ പകുതി വില തട്ടിപ്പിലെ പുതിയ നീക്കങ്ങൾ ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നതിനോടൊപ്പം ശ്രീ സന്ദീപ് വാര്യർ കോൺഗ്രസ്, ശ്രീ ജെക്സി തോമസ് CPM, ശ്രീ ജിജി ജോസഫ് BJP, അഡ്വക്കേറ്റ് ഷാജഹാൻ ആക്ഷൻ കമ്മിറ്റി എന്നിവർ. ആദ്യം ശ്രീ സന്ദീപ് വാര്യർ, വർത്തമാനകാല ഇന്ത്യയിൽ ഏറ്റവും കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള അന്വേഷണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ ആയുധം എന്ന് പ്രതിപക്ഷം നിരന്തരമായി ആക്ഷേപിക്കുന്ന ഏജൻസിയാണ് ഇഡി. ഇപ്പോൾ ഈ പകുതി വില തട്ടിപ്പിൽ അവരുടെ ആദ്യത്തെ നീക്കം കേരളത്തിൽ നടക്കുമ്പോൾ അതാരെയെങ്കിലും ശിക്ഷിക്കാനാണോ അതോ രക്ഷിക്കാനാണോ? അപേക്ഷ പറഞ്ഞതുപോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എപ്പോഴും കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയ എതിരാളികളെ വേട്ടയാടാനും അതോടൊപ്പം BJP അനുഭാവികളായിട്ടുള്ള സംഘപരിവാർ അനുഭാവികളായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ അവരോട് ചേർന്ന് നിൽക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്താനുമുള്ള ഒരു ഏജൻസിയായിട്ട് പരിണമിക്കുന്നതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടിട്ടുള്ളത്. കേരളത്തിലും അതിൻ്റെ ഒട്ടേറെ ഉദാഹരണങ്ങളുണ്ട്. നേരത്തെ ഉണ്ടായിട്ടുള്ള ഒരുപാട് കേസുകളുണ്ട്. ആ കേസുകൾ കൊടകര ഉൾപ്പെടെയുള്ള കേസുകളിലും ഇഡിയുടെ ഇടപെടലുകൾ സംശയാസ്പദമാണെന്നുള്ള ചർച്ച നേരത്തെ നടന്നിട്ടുള്ളതാണ്. ഇവിടെ നോക്കൂ, ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇഡി ഇന്ന് 12ഓളം സ്ഥലങ്ങൾ റെയ്ഡ് ചെയ്തു എന്ന് പറയുന്നു. ഈ 12ഓളം സ്ഥലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് മുന്നിൽ നിന്നിട്ടുള്ള സായിയുടെ അനന്തകുമാറിൻ്റെ വീടും ഓഫീസും അതോടൊപ്പം മറ്റ് ചില സ്ഥലങ്ങളും ഒക്കെ റെയ്ഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ആരോപണ വിധേയനായിട്ടുള്ള അതല്ലെങ്കിൽ ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത അനന്തു കൃഷ്ണനുമായി ഏറ്റവും അടുത്ത് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിലധികമായി നിരന്തരം യാത്ര ചെയ്യുകയും അയാളോടൊപ്പം എല്ലാ പ്രവർത്തനങ്ങളും ഏർപ്പെടുകയും അയാളുടെ എല്ലാ പരിപാടികളുടെയും ഉദ്ഘാടകനാകുകയും അയാളോടൊപ്പം ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുത്ത് സ്വയം ഒരു NGOയുടെ തലപ്പത്തിരിക്കുകയും ഏകദേശം 5000-ലധികം സ്കൂട്ടറുകൾ കൊടുത്തു എന്ന് ഇപ്പോൾ പൊതുജനങ്ങളുടെ മുന്നിൽ അവകാശപ്പെടുകയും ചെയ്യുന്ന BJP നേതാവ് എൻ രാധാകൃഷ്ണന്റെ വീട്ടിൽ റെയ്ഡ് ഉണ്ടാകുന്നില്ല. എൻ രാധാകൃഷ്ണനുമായി ബന്ധപ്പെട്ടൊരു കേസ് പോലും രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല. എൻ രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ ഉണ്ടായിട്ടും ഒരു പരാതിയിൽ പോലും എൻ രാധാകൃഷ്ണനെതിരെ FIR ഇടുന്നില്ല. ഇതൊക്കെ സ്വാഭാവികമായിട്ടും ജനങ്ങളിൽ സംശയം ഉണ്ടാക്കും. ഇവിടെ ഇഡി വന്നിട്ടുള്ളത് ചിലരൊക്കെ സംരക്ഷിക്കാനും ചില ആളുകളെ വേട്ടയാടാനുമാണോ എന്ന് സ്വാഭാവികമായിട്ടും സംശയിച്ചു കഴിഞ്ഞാൽ അതിനെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നുള്ളതാണ് വർത്തമാനകാലത്തെ ഇഡിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നിട്ടുള്ള റെയ്ഡ് പ്രഹസനം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഈ ആളുകളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണോ എന്ന് സ്വാഭാവികമായിട്ട് സംശയിക്കേണ്ടി വരും. സംസ്ഥാന പോലീസും ഇക്കാര്യത്തിൽ വളരെ ഉദാസീനമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നു. സംസ്ഥാന പോലീസിന്റെ ഭാഗത്തുനിന്ന് പലപ്പോഴും പരാതിക്കാർ പോകുമ്പോൾ എനിക്ക് നേരിട്ട് അനുഭവമുണ്ട്. ഇപ്പോൾ വൈക്കം പോലെയുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിക്കാർ പോയ സമയത്ത് പരാതിക്കാർ പോലീസ് സ്റ്റേഷനിലെത്തി 5 മിനിറ്റ് കഴിയുന്ന സമയത്ത് എൻ രാധാകൃഷ്ണന്റെ ഓഫീസിൽ നിന്ന് പരാതിക്കാരിക്ക് ഫോൺ വന്നു എന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നത് നിങ്ങളുടെ സ്കൂട്ടർ തയ്യാറായിട്ടുണ്ട്, നിങ്ങളത് വാങ്ങണം എന്ന് പറയുകയാണ്. അതല്ലെങ്കിൽ നിങ്ങളുടെ പണം തിരിച്ചു തരാം എന്ന് പറയുകയാണ്, ഓഫർ കൊടുക്കുകയാണ്. ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ എൻ രാധാകൃഷ്ണനെതിരെ കേസെടുക്കരുത്, എൻ രാധാകൃഷ്ണന്റെ സംഘടനയ്ക്കെതിരെ നടപടി ഉണ്ടാകരുത് എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഓഫീസ് കേന്ദ്രീകരിച്ചിട്ടുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഈ തട്ടിപ്പിന് പിന്നിൽ പ്രവർത്തിച്ചുള്ള BJP നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടി വ്യാപകമായിട്ടുള്ള പരിശ്രമം ഉണ്ടാകുന്നുണ്ട്. 1. 2. വി മുരളീധരന്റെ നേതൃത്വത്തിലുള്ള യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, വി മുരളീധരൻ രൂപം നൽകിയതാണ്. ഇപ്പോൾ C കൃഷ്ണകുമാറാണ് അതിന്റെ തലപ്പത്തുള്ളത്. ഈ യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിരവധി ആളുകളുടെ പണം ഇതുപോലെ തട്ടിച്ചിട്ടുണ്ട്. ആ തട്ടിപ്പ് കുറച്ചുകൂടി മറ്റ് തട്ടിപ്പ് പോലെയല്ല. ഈ തട്ടിപ്പിന് ഇരയായ ആളുകളെ വീണ്ടും തട്ടിച്ചിരിക്കുകയാണ്. യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഷെയർ എടുക്കാൻ വേണ്ടി ഈ തട്ടിപ്പിനിരയായ പാവങ്ങളിൽ നിന്ന് 5000 രൂപ വീണ്ടും അടിച്ചു മാറ്റിയിട്ടുണ്ട് മുരളീധരന്റെ കാർമ്മികത്വത്തിൽ പിറകൊണ്ടിട്ടുള്ള യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ കൃഷ്ണകുമാർ നേതൃത്വം നൽകുന്ന യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റി അവിടെയും കേസെടുക്കുന്നില്ല. അവിടെയും ചില ആളുകൾക്കെതിരെ അതിന്റെ ചില ഭാരവാഹികൾക്കെതിരെ മാത്രം എടുത്ത് തലപ്പത്തിരിക്കുന്ന കൃഷ്ണകുമാറിനെയും അല്ലെങ്കിൽ അപ്പുറത്തെ എൻ രാധാകൃഷ്ണനെയും ഒക്കെ ഒഴിവാക്കി BJP നേതൃത്വത്തെ ഇക്കാര്യത്തിൽ നിന്ന് സംരക്ഷിക്കാൻ സംസ്ഥാനത്ത് ഭരണകൂടത്തിനും മുഖ്യമന്ത്രിക്കും വല്ലാത്ത വ്യഗ്രതയുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരി, ഓക്കെ, അതാണ് സന്ദീപിന്റെ ചാർജ്. ശ്രീ ജിജി ജോസഫ്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ആവശ്യത്തിൽ കൂടുതൽ ചീത്തപ്പേരുണ്ട്. ഇവിടെ ഇപ്പോൾ തിടുക്കത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇറങ്ങിയിരിക്കുന്നത് ചിലരെ രക്ഷിക്കാനാണെന്നൊക്കെയാണ് ഉപശാല വർത്തമാനങ്ങൾ. ശരിയാണോ ഇല്ലയോ എന്നറിയില്ല. എന്ന് മാത്രമല്ല, ചില ഫയലുകൾ ഇഡി അങ്ങ് കൊണ്ടുപോയാൽ പിന്നെ അതിൽ ആക്സസ് ഉണ്ടാവില്ല എന്ന് അന്വേഷണ സംഘത്തിന് തന്നെയും സംശയമുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ യഥാർത്ഥത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡ്യൂട്ടി കേരളത്തിൽ എന്താണ്? ഞാൻ ഇതിൻ്റെ അകത്ത് ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ. ഈ പാതി വില തട്ടിപ്പിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം.
അതായത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയ ഏജൻസികൾ ഒന്ന്, പിന്നെ ഈ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിയവർ, അനന്തുവിന് പണം കൊടുത്തവർ. അനന്തുവിന് പണം കൊടുത്തവർ കേരളത്തിലെ ധാരാളം ട്രസ്റ്റുകളുണ്ട്, ഏജൻസികളുണ്ട്, അത് വിവിധ മതസംഘടനകളുടെ സ്ഥാപനങ്ങളുണ്ട്, പല വ്യക്തികൾ നടത്തുന്ന സ്ഥാപനങ്ങളുണ്ട്, ട്രസ്റ്റുകളുണ്ട്. ആ ട്രസ്റ്റുകളിൽ പണം കൊടുത്തു. ചിലർ അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങി. പണം വാങ്ങിയ കൂട്ടത്തിൽ ഉള്ളതാണ് ആനന്ദകുമാർ, ലാലി വിൻസെൻ്റ്. ലാലി വിൻസെൻ്റിൻ്റെ കാര്യം പിന്നെ അവർ വക്കീൽ ഫീസായിട്ട് വാങ്ങിയതാണെന്ന് പറഞ്ഞു. അത് അവർക്ക് അത്രയും ഫീസില്ല എന്ന് പറയാനും അവരത്ര നല്ല വക്കീലല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. അവരുടെ ഫീസ് അവരാണ് തീരുമാനിക്കുന്നത്. പിന്നെ CPM-ൻ്റെ ഇടുക്കി ഏരിയയിലേക്കുള്ള ഒരു കമ്മിറ്റി ഓഫീസിന് 2.5 ലക്ഷം രൂപ കൊടുക്കുന്നു. അതിൻ്റെ CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി അതിനൊരു മറുപടി പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്തരം ആഗോള മൂലധന ശക്തികളുടെ ഈ അധിനിവേശത്തെ നമ്മൾ കാണണം, മനസ്സിലാക്കണം. അതവർ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്താലും പറയുന്ന വാക്യമാണ്. അതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഒരു UDF നേതാവ് 40 ലക്ഷം വാങ്ങി എന്ന് പറയപ്പെടുന്നു. ആരാണെന്ന് എനിക്കറിയില്ല. അവർ വേറെ ആർക്കോ, വേറെ ഏതോ കോൺഗ്രസിൻ്റെയോ UDF-ൻ്റെ മറ്റേ നേതാവിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തതാണ് എന്ന് പറയുന്നു. ഇതിൻ്റെ അകത്ത് 2 ഘട്ടങ്ങളായിട്ടാണോ 2 പേരാണോ ഉള്ളത്? അതായത് പറ്റിക്കപ്പെട്ടവർ, അനന്തുവിന് പൈസ കൊടുത്തവർ, അനന്തുവിൻ്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിയവർ. അതിൽ പ്രധാനികൾ ആരാണ്? അതിൽ പലർക്കും പല വേർഷൻ പറയാനുണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ആനന്ദകുമാർ എന്ന വ്യക്തി 2022 മെയ് മാസമാണ് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത്. അന്ന് ഹൈബി ഈഡൻ ഇതിൻ്റെ രക്ഷാധികാരിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഹൈബിയെ കുറ്റപ്പെടുത്താനല്ല കേട്ടോ പറഞ്ഞത്. ആ ഒരു രാഷ്ട്രീയക്കാരനും ഇത്രയും കാലം രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അവസാനം അനന്തുവിൻ്റെ കൂടെ ചേർന്ന് ഒരു തട്ടിപ്പ് നടത്തി കുഴിയിൽ വീഴാനൊന്നും ആരും ശ്രമിക്കുകയൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ അത്തരം രീതിയിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അതിൻ്റെ ഒരു രാഷ്ട്രീയം കലർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പകരം ഈ 2024 ഇത് രജിസ്റ്റർ ചെയ്യുന്നത്. ഞാൻ എന്താ അഭിലാഷിന് ഒരു ഡീഡ് അയച്ചു തന്നിരുന്നല്ലോ, അതിൻ്റെ അകത്ത് പറയുന്നുണ്ട് 2024 രജിസ്റ്റർ ചെയ്യുന്നത്. ഈ ആനന്ദകുമാർ എന്ന വ്യക്തിയെ കണ്ട് മാത്രമാണ് ട്രസ്റ്റുകാർ ഇതിനോടൊപ്പം യോജിച്ചത്. ആനന്ദകുമാർ ട്രസ്റ്റുകാരെ മുഴുവൻ വിശ്വാസത്തിലെടുത്ത് നിങ്ങൾ മുടക്കിക്കോളൂ. പ്രാഥമികമായി മുടക്കുന്ന പണം 3 ലക്ഷം രൂപ ആനന്ദകുമാറിൻ്റെ ട്രസ്റ്റാണ് മുടക്കിയത്. അദ്ദേഹം എല്ലാവർക്കും ഊർജം കൊടുത്ത് ഈ കോൺഫെഡറേഷൻ ഉണ്ടാക്കിയതിന് ശേഷം ആ കോൺഫെഡറേഷനിൽ അദ്ദേഹം ഒരു നോം വെക്കുന്നു. ഇത് നേരെ പോകേണ്ടത് നമ്മുടെ പ്രൊഫഷണൽ സർവീസ് ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞ പ്രൊപ്രൈറ്റർഷിപ്പ് ഉള്ള കമ്പനിയിലേക്കാണ് പണം പോകുന്നത്. എന്നിട്ട് ബാധ്യത ഒന്നും എനിക്കല്ല എന്ന് പറയുന്നു. ഇദ്ദേഹം ആജീവനാന്ത കാലം ഇതിൻ്റെ ആളാണെന്ന് പറയുന്നു. പിന്നെ പറയുന്നത് ഞാൻ രാജിവെച്ചു എന്ന് പറയുന്നത്. രാജിവെച്ചത് എങ്ങനെയാണ്? വാട്സപ്പിൽ എഴുതിയാണ് അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുന്നത്. ഇയാൾ രാജിവെച്ച് ചെയർമാൻഷിപ്പാണ്. ചെയർമാൻ എന്നൊരു പോസ്റ്റ് അതിനകത്തില്ല. അവിടെ ഉള്ളത് മാനേജിങ് ഡയറക്ടറും അതുപോലെ രക്ഷാധികാരിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ഈ കേസിൽ ഞാൻ പറയുകയാണെങ്കിൽ ഇവിടുത്തെ ട്രസ്റ്റുകാരെ മുഴുവൻ കുഴപ്പത്തിലാക്കി, വിശ്വാസത്തിലെടുത്ത് പറ്റിച്ച് അവരുടെ പണം ഇന്ന അക്കൗണ്ടിൽ കൊടുക്കാൻ പറഞ്ഞ് അവിടെ നിന്ന് 2 കോടി രൂപ വാങ്ങിയിട്ട് അതിന് ഞാൻ റെസിപ്റ്റ് കൊടുത്തെന്ന് പറയുന്നത് അവിടെയാണ് തട്ടിപ്പുള്ളത്. ഇദ്ദേഹത്തിന് ഇതെല്ലാം അറിയാമായിരുന്നു. ഇദ്ദേഹമാണ് പ്രതിയാവേണ്ടത്. എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാത്തത് അല്ലെങ്കിൽ ഇദ്ദേഹത്തെ കാര്യമായി ചോദ്യം ചെയ്യാത്തതെന്ന് മാത്രമാണ് എനിക്ക് മനസ്സിലാകാത്തത്. ശരി, ഓക്കെ. അവിടെയാണ് ശ്രീ ജയ്ക്ക് 2 കാര്യങ്ങൾ. ഒന്ന്, ഇപ്പൊ ആനന്ദകുമാറാണ് അദ്ദേഹം. നമുക്കറിയാം സായി ട്രസ്റ്റിന്റെയും സായി ഗ്രാമത്തിന്റെയും ഒക്കെ മുഖ്യ വ്യക്തിയാണ്. പുള്ളിയുടെ വിശ്വാസ്യതയിലാണ് പലരും ഇതിനകത്ത് ചെന്ന് ചാടിക്കൊടുത്തതും. അപ്പോൾ ആനന്ദകുമാർ ഇപ്പോഴും സേഫാണ്. അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത് കൊണ്ടാണ്, മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിൽ ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ആക്ട് ചെയ്യുന്നില്ല എന്ന് സാങ്കേതികവാദം പറയുന്നുണ്ട്. അതിനപ്പുറത്ത് ഈ ആനന്ദകുമാർ സംരക്ഷിക്കപ്പെടുന്നുണ്ടോ എന്ന ഒന്നാമത്തെ ചോദ്യം ഇവിടെ ശ്രീ ജിജി ചോദിച്ചതുപോലെ അദ്ദേഹമാണ് കിങ് പിൻ എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും സംശയമില്ല. അപ്പോൾ ആനന്ദകുമാറിന് ഇപ്പോഴും ഏതെങ്കിലും തരത്തിലുള്ള അടുപ്പത്തിന്റെ ആനുകൂല്യം കിട്ടുന്നുണ്ടോ എന്ന ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തേത്, ഇപ്പോൾ പരാതി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ പലർക്കെതിരെ കേസ് വന്നു. ഒരു ഹൈക്കോടതി മുൻ ജഡ്ജിക്കെതിരെയും അതുപോലെ തന്നെ നജീബ് കാന്തപുരം MLA-ക്കെതിരെയൊക്കെ കേസ് വന്നു. പക്ഷേ ആദ്യം മുതലേ ആരോപണ വിധേയനായ AN രാധാകൃഷ്ണന് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും നേരിടേണ്ടി വരുന്നില്ല. അദ്ദേഹത്തിനെ തപ്പി ED-യും പോകുന്നില്ല, കേരള പോലീസും പോകുന്നില്ല. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? തീർച്ചയായിട്ടും
നമ്മളുടെ ഈ സംവാദത്തിന്റെ ആദ്യഘട്ടം തന്നെ അത്യന്തം കൗതുകകരമാണ്. കാരണം കോൺഗ്രസിന്റെ പ്രതിനിധിയായി വന്നിരിക്കുന്ന നമ്മുടെ സഹപാനലിസ്റ്റ് അല്പ ദിവസങ്ങൾക്ക് പുറകിൽ വരെ ഇഡിയോടും ദേശീയ അന്വേഷണ ഏജൻസിയോടും യജമാനേക്കാൾ വലിയ യജമാന ഭക്തി കാണിച്ചിട്ടുണ്ടായിരുന്ന, കൺവിക്ഷൻ റേറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന, സത്യസന്ധമായും അവകാശപ്പെട്ടുകൊണ്ടിരുന്ന ഇത്തരം ഏജൻസികളുടെ അവർക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്താവായിരുന്നു. ഞാൻ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് പരിഹസിക്കാനോ അപഹസിക്കാനോ ഒന്നും ഞാനാണല്ല. അദ്ദേഹം നല്ലൊരു വഴിയിലേക്ക് വന്നാൽ നമുക്കെല്ലാവർക്കും അത് സ്വീകാര്യമാണ്, ഇരിക്കട്ടെ. അതോടൊപ്പം BJP നേതാവിന്റെ അദ്ദേഹത്തിന്റെ വാദഗതി മുമ്പോട്ട് വെക്കുന്നത് എങ്ങനെയാണ്? അദ്ദേഹം തട്ടിപ്പിനെ രണ്ടായി നിർവചിച്ചുകൊണ്ട് തട്ടിപ്പിന്റെ വിവിധ തലങ്ങളെ സംബന്ധിച്ച് നമ്മോട് വാചാലരാവുകയാണ്. ഈ രണ്ടു കൂട്ടരുടെയും വർത്താനം ആത്യന്തികമായി എടുത്താൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതിൽ ഞങ്ങളുടെ കോൺഗ്രസ് നേതാക്കന്മാരും പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ BJP നേതാക്കന്മാരും പെട്ടിട്ടുണ്ട്. സൊസൈറ്റി രൂപീകരിച്ച് തട്ടിപ്പ് നടത്തി തട്ടിപ്പുകാരന് വേണ്ടി ജനങ്ങളിൽ നിന്ന് പണം ഈടാക്കിയ പറ്റീര് നടത്തിയത് ആരൊക്കെ? അതല്ലേ ഈ കേസിനുള്ള ഏകമാനം? നിങ്ങൾ ഈ പറയുന്ന ആനന്ദകുമാറും അനന്തകൃഷ്ണനും ലാലി വിൻസെന്റും നിങ്ങളുടെ ആളുകളും പെട്ടിട്ടുണ്ട്. എന്തിനും നമ്മുടെ സംസ്ഥാനത്തെ ഒരു മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ പേരിലാണ് ഒരു സീഡ് സൊസൈറ്റി ഉണ്ടായിരുന്നത്, പാലക്കാട്ടെ മന്ത്രിയുടെ. അപ്പോ പെട്ടവരിൽ എല്ലാവരും ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അവതാരകൻ എന്ന നിലയിൽ അങ്ങയുടെ ധർമ്മം നിർവഹിക്കുന്നതിന്റെ ഭാഗമായിരിക്കാം. കോൺഗ്രസ് BJP നേതാക്കന്മാർ സംസാരിച്ചത് അത്രയും സത്യസന്ധമാണ് എന്ന് അങ്ങേക്ക് മാത്രം ബോധ്യമുള്ളതുകൊണ്ട് അങ്ങ് ഇടപെട്ടേക്കില്ല. പക്ഷെ ഇടതുപക്ഷത്തിന്റെ CPIMന്റെ പ്രതിനിധിയായ ഞാൻ സംസാരത്തിന്റെ ആദ്യ വാക്യം തുടങ്ങിയപ്പോ തന്നെ അങ്ങേക്ക് അക്കാര്യത്തിൽ ആശങ്കയുണ്ട്. ഏത് മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫാ തട്ടിപ്പിന്റെ ഭാഗമായി നിന്നേ? അല്ല, ഞാൻ ചോദിച്ചതാ, അങ്ങയോട് തന്നെ എന്റെ സംശയം ക്ലിയർ ചെയ്ത് പോകാം. മന്ത്രിയെ ജയിക്ക് ഡിഫെൻഡ് ചെയ്യുള്ളൂ. ജനതാദൾ LDFിലെ ഒരു ഘടകകക്ഷിയാണല്ലോ. അപ്പൊ അങ്ങനെ കൂടെ പറയണം. കാരണം ഞാൻ BJPയെയും കോൺഗ്രസിനെയുമാണ് പേരെടുത്ത് ആക്രമിച്ചത്. BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ് ഈ അഖില ലോക തട്ടിപ്പ് വീരന് വേണ്ടി തട്ടിപ്പ് സംഘം രൂപീകരിച്ച് നമ്മുടെ നാട്ടിൽ മാധ്യമ പ്രവർത്തകർ മുതൽ സമുദായ സംഘടനാ നേതാക്കന്മാർ മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ മുതൽ മുഴുവൻ സാധാരണക്കാരുടെയും കീശയിൽ കിടക്കുന്ന കാശ് കട്ടോണ്ട് പോയി ഈ തട്ടിപ്പുകാരന് കഞ്ഞി വെച്ച് കൊടുത്തത് BJPയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാരാണ്. അതിൽ CPIMന്റെ ഒറ്റ നേതാവില്ല ഇതുവരെ. ഇനി പറഞ്ഞല്ലോ, ഇത് ടിപ്പ് ഓഫ് ആൻ ഐസ്ബർഗ് ആണ്, മഞ്ഞുമലയുടെ അറ്റമാണ്. ഞാൻ വെല്ലുവിളിച്ച് ചോദിക്കട്ടെ, അവതാരകന് വിഷമം ഉണ്ടായല്ലോ, അവതാരകന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്നുകൊണ്ട് അവതാരകന് മറുപടി പറയാം. കേരളത്തിൽ കോൺഗ്രസിന്റെ BJPയുടെ മറ്റേത് പാർട്ടിയുടെയും എടുത്ത് നോക്കിക്കോ, ഈ തട്ടിപ്പിന്റെ മഞ്ഞുമലയെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ പുറത്തു വന്നപ്പോ ഞങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഈ തട്ടിപ്പ് വീരന് വേണ്ടി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, ഏത് കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ? നജീബ് കാന്തപുരം കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, ലാലി വിൻസെന്റ് കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, AN രാധാകൃഷ്ണൻ കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ, പ്രമീള ദേവി കഞ്ഞി വെച്ച് കൊടുത്തതുപോലെ ഞങ്ങളുടെ ഒരു ബ്രാഞ്ച് സെക്രട്ടറി കഞ്ഞി വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അയാൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാകില്ല എന്ന് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി അഭിപ്രായം പറഞ്ഞു. എന്തേ എല്ലാം പഠിച്ചു പറയുന്ന ഒരു വിദ്വാൻ, അദ്ദേഹത്തെ പിന്നെ കഴിഞ്ഞ 24 മണിക്കൂറായി കണ്ടിട്ടില്ല, അഭിപ്രായം പറയുന്നില്ല. എന്തേ KPCCയുടെ പ്രസിഡന്റ് RSSനെ അതിശക്തമായി എതിർക്കാറുള്ള, അങ്ങനെ ആയിരിക്കും നമ്മുടെ അഭിനവ കോൺഗ്രസ് പ്രതിനിധി പറയാറുള്ളത്. ശാഖയ്ക്ക് കാവറുന്ന കാര്യമൊക്കെ അദ്ദേഹം മറന്നിട്ടുണ്ടാകും. ഇരിക്കട്ടെ, RSSനെ അതിശക്തമായി ഏതോ ആക്രമണത്തിൽ നിന്നും രക്ഷിക്കാൻ ത്രാണിയുള്ള നമ്മുടെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് മിണ്ടുന്നില്ല. BJPയുടെ ആഗോള അനീതികൾക്കെതിരെ രംഗത്ത് വരുന്ന കുഴൽപ്പണ കേസിൽ പ്രതിയായി EDയുടെ കാരുണ്യത്തിൽ മാത്രം കേരളത്തിലും മറ്റ് സ്ഥലങ്ങളിലും യാത്ര ചെയ്യുന്ന BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് മിണ്ടുന്നില്ല. അവിടെയാണ് ഈ തട്ടിപ്പുകാരന് കഞ്ഞി വെച്ച് കൊടുത്തത് അത്രയും ഈ സംഘമാണ്. പിന്നെ അന്വേഷണത്തെ സംബന്ധിച്ച് ഞാൻ 2 വാചകം പറഞ്ഞ് അവസാനിപ്പിക്കാം. 81 അംഗ അന്വേഷണ സംഘം. എന്റെ പരിമിതമായ അറിവിൽ ഇന്നയോളമുള്ള കേരളത്തിന്റെ പോലീസ് ചരിത്രത്തിൽ 81 CIമാരും DYSPമാരും അടങ്ങുന്ന അന്വേഷണ സംഘം ഈ കേസ് അന്വേഷിക്കുകയാണ്. അതിന്റെ കോടതിയുടെ അനുമതിയോടുകൂടെ വിവിധ കേന്ദ്രങ്ങൾ ഈ നമ്മുടെ ക്രൈംബ്രാഞ്ച് റെയ്ഡ് ചെയ്യുന്ന സമയത്താണ്, റെയ്ഡ് നടക്കുന്ന സമയത്ത് ചില കേന്ദ്രങ്ങൾ ED രംഗപ്രവേശനം ചെയ്യുന്നത്. കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ഞാൻ ഇപ്പൊ EDയുടെ അന്വേഷണ സാധ്യതയെ, അവരുടെ ലക്ഷ്യത്തെ സംബന്ധിച്ച് ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷേ നമ്മുടെ മുമ്പിൽ ചില അനുഭവങ്ങളുണ്ട്. ഏതൊക്കെയാണ് അനുഭവം? നമ്മുടെ മുമ്പിൽ ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ഇതേപോലെ രേഖകൾ പിടിച്ചെടുത്തോണ്ട് പോയി. എന്നിട്ട് എന്ത് ചെയ്യേണ്ട വന്നു? ഹൈക്കോടതി ഉത്തരവിട്ടു EDയുടെ പുണ്യാത്മാക്കളോട് കൊണ്ടുപോയി തിരികെ കൊടുക്കാൻ പറഞ്ഞു ആ അന്വേഷണ രേഖകൾ. കുഴൽപ്പണ കേസ് തട്ടിയ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ പേരിൽ എല്ലാ അന്വേഷണവും പൂർത്തിയാക്കി ഇവരുടെ കയ്യിലേക്ക് കൊടുത്തു. PMLA ആണെന്ന് EDയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പ്. തൊട്ടു നോക്കിയിട്ടില്ല ED. ആ സംഘം ഈ കേസിൽ രംഗപ്രവേശനം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്നത് ന്യായമായും പ്രബലമായും
ചില സംശയങ്ങൾ ഉത്പാദിപ്പിക്കുന്നതാണ്. അതിനെ സംബന്ധിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ഈ സംഘത്തിന്റെ പുതിയ വിവരങ്ങൾ വെളിയിൽ വരുമ്പോൾ ഇവർക്ക് മറുപടി പറയേണ്ടതായി വരും. ശരി, ഓക്കെ. ശ്രീ സന്ദീപ് വാര്യർ, ഇവിടെ അമ്പ് കൊള്ളാത്തവരില്ല ഗുരുക്കളിൽ എന്ന് പറഞ്ഞതുപോലെ ആളാം വീതം എല്ലാവരിലും ഉണ്ട്. ഇപ്പൊ നോക്കൂ, ഇന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയ ഒരിടം കോൺഗ്രസ് നേതാവ് മുൻ KPCC വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റിന്റെ വസതിയാണ്. 46 ലക്ഷം രൂപയാണ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാവുന്നതിന് കിട്ടുന്നത് എങ്കിൽ എനിക്ക് തോന്നുന്നു ഹരീഷ് സാൽവെയൊക്കെ ഡൽഹി വിട്ട് മൂവാറ്റുപുഴയിലോ പെരുമ്പാവൂരിലോ വീട് വാങ്ങിക്കാൻ സാധ്യതയുണ്ട്. ലീഗൽ അഡ്വൈസിനുള്ള ഫീസാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോൺഗ്രസിന്റെ KPCCയുടെ മുൻ വൈസ് പ്രസിഡന്റ് മുതൽ MLA-മാർ വരെ ആരോപണ വിധേയരായിരിക്കുന്ന ഒരു സംഭവമാണ്. വിവിധ MLA-മാരുടെയും ജനപ്രതിനിധികളുടെയും ഇതുപോലെയുള്ള NGO-കൾ ആരോപണ വിധേയമായിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ഇത് ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഹാർഡ് ഏൺഡ് മണിയാണ് പോയിരിക്കുന്നത്. 60,000 രൂപ പലരും കടം വാങ്ങിച്ചും പണയം വെച്ചിട്ടും ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. അത് ഈ നേതാക്കളെയും ഇവരുടെ മുഖത്തെയും ഇവരുടെ പദവിയെയും കണ്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു വലിയ തട്ടിപ്പാണ്. അപ്പൊ നമുക്ക് ഈ അതിന്റെ ഉത്തരവാദിത്വം ആരുടെയെങ്കിലും ഒക്കെ തലയിൽ വെച്ച് സംഗതി അവസാനിപ്പിക്കാൻ പറ്റില്ലല്ലോ. അഭിലാഷേ, ഇക്കാര്യത്തിൽ ശ്രീമതി ലാലി വിൻസെന്റിന്റെ എതിരെയുള്ള കേസ് അവർക്ക് അഭിഭാഷകയാണ് എന്ന ഒരു ആർഗ്യുമെന്റ് അവർ ഉയർത്തുന്നുണ്ട്. നമുക്ക് ഇതിൽ കോൺഗ്രസിന്റെ നിലപാട് നേരത്തെ കോൺഗ്രസ് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇതിൽ ആരൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർക്കെതിരെ മുഴുവൻ അന്വേഷണം വേണം, ശിക്ഷിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാവണം. നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകൾ കെട്ടുതാലി വരെ പണയം വെച്ച് കൊണ്ടുപോയി നിക്ഷേപിച്ച പണം ഒരു രൂപയിലും നഷ്ടപ്പെടാതെ അവർക്ക് തിരിച്ചു കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാകണമെന്നതാണ് കോൺഗ്രസിന്റെ അസന്നിഗ്ധമായിട്ടുള്ള ഇക്കാര്യത്തിലുള്ള അഭിപ്രായം. ഇത് ലാലി വിൻസെന്റുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ലാലി വിൻസെന്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ പറയുന്ന CD ഏജൻസിക്ക് കൊടുത്തതായിട്ടോ സ്കൂട്ടർ പാതി വരയ്ക്ക് കൊടുക്കാമെന്ന് ആർക്കെങ്കിലും വാഗ്ദാനം ചെയ്തതായിട്ടോ ഒരു പരാതി ഉള്ളതായിട്ട് എനിക്കറിയില്ല. 1. 2, ലാലി വിൻസെന്റിനെതിരെയുള്ള പരാതി എന്ന് പറയുന്നത് ഇവരുടെ അഭിഭാഷകയായി എന്നുള്ളത് മാത്രമാണ്. ലാലി വിൻസെന്റ് ചെയ്തു എന്ന് പറയുന്ന വലിയ കുറ്റം എന്ന് പറയുന്നത്. ഇതിൽ ലാലി വിൻസെന്റ് തന്നെ പറയുന്നത് അവർക്ക് കിട്ടിയ പണം, ആ പണത്തിൽ നല്ലൊരു പങ്ക് ഇവർ തന്നെ പല കേസുകളും കെട്ടിവെക്കാനുള്ള പണം, ഈ വക്കീലന്മാരാണല്ലോ പണം കെട്ടിവെക്കുന്നത്, അങ്ങനെ കെട്ടിവെക്കാനുള്ള പണമായി കിട്ടിയതാണെന്നും അത് കോടതിയിൽ കെട്ടിവെച്ചിട്ടുണ്ടെന്നുള്ളതുമാണ്. അത് അവർ ന്യായീകരിച്ചോളും, അത് അവർ കോടതിയിൽ തെളിയിച്ചോളും, അത് അവരുടെ കാര്യമാണ് തെളിയിച്ചോളും. അക്കാര്യത്തിൽ ഒരു സംശയത്തിന്റെയോ തർക്കത്തിന്റെയോ അടിസ്ഥാനം കോൺഗ്രസുമായി ബന്ധപ്പെട്ടില്ല. കോൺഗ്രസ് ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ആരെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം, അതിൽ തർക്കമൊന്നുമില്ല. നോക്കിവിടെ ജയിക്ക് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഈ ED-യുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാടാണ് പറയുന്നത്. നേരത്തെ മാസങ്ങൾക്ക് മുമ്പ് ഞാൻ BJP ഉണ്ടായിരുന്നപ്പോൾ ഞാൻ BJP എന്ന പാർട്ടിയുടെ നിലപാട് ചാനൽ ചർച്ചകൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ പാർട്ടി വിട്ടുപോന്നു, ആ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തള്ളിപ്പറഞ്ഞു. ആ പാർട്ടി ചെയ്യുന്ന നയപരിപാടികൾ എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ടാണല്ലോ നിങ്ങൾ എന്നെ ക്രിസ്റ്റൽ ക്ലിയർ എന്ന് വിളിച്ചത്. ഞാനിപ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമാണ്. അതവിടെ നിൽക്കട്ടെ. നിങ്ങളിപ്പോൾ പറഞ്ഞില്ല 80-ലധികം പേര് ചേർന്നിട്ടുള്ള ഒരു 80-ലധികം CI-മാരുള്ള ഒരു വലിയ അന്വേഷണ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ഞാൻ ചോട്ടെ, 80-ലധികം CI-മാരുണ്ടെങ്കിൽ അത്രയും അധികം സാധാരണ പോലീസ് ഓഫീസർമാരും സ്വാഭാവികമായിട്ടും ആ അന്വേഷണ സംഘത്തിലുണ്ടാവും. ഒരുപക്ഷെ കേരളം കണ്ട ഏറ്റവും വലിയ അന്വേഷണ സംഘമാണ്. ഞാൻ ചോദിക്കട്ടെ, അതിലെ ഒരു സാധാരണ ഒരു സിവിൽ പോലീസ് ഓഫീസറെ വിട്ടിട്ട് ആ AN രാധാകൃഷ്ണന്റെ ഒരു മൊഴി എടുക്കാൻ എന്തേ നിങ്ങൾക്ക് ഇത്രയും ദിവസമായിട്ട് സാധിച്ചിട്ടില്ല? AN രാധാകൃഷ്ണൻ ഒരു നോട്ടീസ് കൊടുത്ത് നിങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുണ്ടോ? ഈ അന്വേഷണ സംഘം ഇതുവരെ ഒരു മൊഴി എടുത്തിട്ടുണ്ടോ? രാധാകൃഷ്ണന്റെ ഏജൻസിക്കെതിരെ ആയിരക്കണക്കിന് പരാതികൾ കേരളം മുഴുവൻ ഉണ്ടല്ലോ. എന്താ രാധാകൃഷ്ണനെതിരെ കേസെടുക്കാത്തത്? നിങ്ങൾ നജീബ് കാന്തപുരത്തിനെതിരെ ആരോ ഒരാൾ ഒരു പരാതി കൊടുത്തു എന്നുള്ളതിന്റെ പേരിൽ കേസെടുത്തു. ഇപ്പൊ പരാതി പോലും ഇല്ല. എന്നിട്ട് നജീബിന്റെ പേര് ഇപ്പൊ നിങ്ങൾ ചർച്ചയിൽ വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സംസ്ഥാനം മുഴുവൻ ആയിരക്കണക്കിന് ആളുകളെ ഇത്തരത്തിൽ പണം വാങ്ങി പറ്റിച്ചിട്ടുള്ള ഒരു ഏജൻസിയുടെ നടത്തിപ്പുകാരനായിട്ടുള്ള രാധാകൃഷ്ണനെ ഒരു നോട്ടീസ് കൊടുത്തൊരു മൊഴി എടുക്കാൻ പോലും നിങ്ങൾ വിളിക്കാത്ത എന്താണ്? നിങ്ങൾ നോക്കൂ, മറ്റൊരു തട്ടിപ്പ് നടന്ന അവിടെയാണ്, പാലക്കാട് മുണ്ടൂരിലാണ്, മലമ്പുഴ നിയോജക മണ്ഡലത്തിൽ VM മുരളീധരന്റെ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റി നടന്ന തട്ടിപ്പ്. യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് സംസ്ഥാനത്ത് 25-ലധികം ബ്രാഞ്ച് ഉണ്ട്. പക്ഷേ മലമ്പുഴ മണ്ഡലത്തിൽ മാത്രമാണ് തട്ടിപ്പ് നടന്നിട്ടുള്ളത്. മലമ്പുഴ മണ്ഡലത്തിലാണ് യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് തട്ടിപ്പ് നടന്നത്. യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ തട്ടിപ്പിന് നേതൃത്വം അവിടെ സൊസൈറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആരാണ്? C. കൃഷ്ണകുമാറാണ്. അപ്പൊ ഈ കൃഷ്ണകുമാറുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ചോദ്യം ചെയ്തോ? കൃഷ്ണകുമാറിന് ഒരു നോട്ടീസ് നിങ്ങൾ അയച്ചോ? എന്തേ ചോദ്യം ചെയ്യാത്തത്? അപ്പൊ BJP നേതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ CPM-ന്റെ സർക്കാരിന് മെല്ലെ പോക്കാണ്. CPM-ന്റെ പോലീസ് അന്വേഷിക്കുന്നില്ല. ED വന്നാലും ഇത് തന്നെയല്ലേ സംഭവിക്കാൻ പോകുന്നത്. മറ്റൊന്ന്, LDF-ന്റെ മന്ത്രിസഭയിലെ മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച്, കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് 2000-ലധികം പേർക്കാണ് പണം നഷ്ടപ്പെട്ടു എന്ന ആരോപണമുള്ളത്. കൃഷ്ണൻകുട്ടിയുടെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിയുടെ പേരിലാണ്, അവിടുത്തെ അദ്ദേഹത്തിന്റെ കെട്ടിടത്തിലാണ് ഈ ഓഫീസ് പോലും പ്രവർത്തിക്കുന്നത്. വലിയ ബന്ധമാണ് തട്ടിപ്പുകാരുമായി കൃഷ്ണൻകുട്ടിയുടെ ഈ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറിക്കുള്ളത്. ഇതിന്റെ രേഖകൾ ഇന്ന് കോൺഗ്രസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇപ്പൊ ഇതെല്ലാം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെയാണ് നാണമില്ലാതെ കോൺഗ്രസ്സുകാരാണ് ഇതിന്റെ പുറകെന്ന് പറയാൻ പറ്റാൽ കോൺഗ്രസിനെതിരെ ആക്ഷേപം ഉന്നയിക്കാൻ പറ്റുന്നത്? കോൺഗ്രസ് പ്രതിപക്ഷത്തല്ലേ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിൽ ഒരു ഏജൻസിയുടെയും നിയന്ത്രണമില്ല, ED-യുടെ നിയന്ത്രണമില്ല, കേരള പോലീസിന്റെ നിയന്ത്രണമില്ല. നിങ്ങളൊരു ഫെയർ പ്ലേ, ഒരു ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്തി, എന്നിട്ട് അതിൽ ആരാണ് തെറ്റ്
തെറ്റുകാരുണ്ടെങ്കിൽ കണ്ടുപിടിക്കാനുള്ള ശ്രമം നടത്തി. ഇത്രയും ദിവസമായില്ലേ ആക്ഷേപം വന്നിട്ട്? മാതൃഭൂമി ഈ കേസ് എക്സ്പോസ് ചെയ്ത് ദിവസം എത്രയായി എന്റെ ജയിക്ക്? 15 ദിവസം കഴിഞ്ഞില്ലേ? ഈ നിമിഷം വരെ എന്താണ് നിങ്ങൾ എൻ രാധാകൃഷ്ണൻ നോട്ടീസ് കൊടുക്കാത്ത മറുപടി നിങ്ങളൊന്ന് പറയണം. രണ്ടിവിടെ BJP പ്രതിനിധി അതിനെ ന്യായീകരിക്കാനും വൈറ്റ് വാഷ് ചെയ്യാൻ ശ്രമിച്ചു. എന്റെ ഒരു പ്രധാനപ്പെട്ട സംശയം അദ്ദേഹത്തോട് ചോദിക്കാനുള്ളത്, എൻ രാധാകൃഷ്ണൻ തന്നെ പത്രസമ്മേളനത്തിൽ ക്ലെയിം ചെയ്തത് 5000-ലധികം സ്കൂട്ടറുകൾ വിതരണം ചെയ്തു എന്നുള്ളതാണ്. ഈ ED അന്വേഷിക്കേണ്ടത് എന്താണ്? 5000-ലധികം സ്കൂട്ടറുകൾ എൻ രാധാകൃഷ്ണൻ വിതരണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഏകദേശം 30 കോടി രൂപയോളം ഈ സ്കൂട്ടറിന് അധികമായിട്ട് പേയ്മെന്റ് കൊടുക്കണം. ഇത് എൻ രാധാകൃഷ്ണൻ എങ്ങനെ കൊടുത്തു? അത് സ്വാഭാവികമായിട്ട് അറിയണ്ടേ? അല്ല, ഇനിയിപ്പോ അനന്തു കൃഷ്ണന്റെ സംഘടനയാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിൽ കൂട്ടുപ്രതിയാവേണ്ടത് എൻ രാധാകൃഷ്ണനല്ലേ? കാരണം ഇതിന്റെ മോഡസ് ഓപ്പറാണ്ടി എന്താണ്? നമ്മുടെ രാജ്യം നിരോധിച്ചിട്ടുള്ള മണി ചെയിൻ മോഡൽ തട്ടിപ്പല്ലേ നടന്നത്. 5000 പേർക്ക് സ്കൂട്ടർ രാധാകൃഷ്ണൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത 25,000 പേരെ പണത്തിന് അടിച്ചു മാറ്റിയിട്ടാണല്ലോ 5000 പേരെ സ്കൂട്ടർ കൊടുക്കുന്നത്. മറ്റ് 10-25,000 പാവങ്ങളെ പറ്റിച്ച പണമാണല്ലോ ഈ 5000 സ്കൂട്ടറായിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതിന്റെ കൂട്ടുത്തരവാദി എന്നുള്ളതിലേക്ക് എൻ രാധാകൃഷ്ണൻ കേസിൽ സ്വാഭാവികമായിട്ടും പ്രതിയേർക്കപ്പെടേണ്ടതല്ലേ? എന്തേ പ്രതിയേർക്കപ്പെടാത്തത്? നിങ്ങൾ കൊടുത്ത 5000 സ്കൂട്ടറിന്റെ ക്ലെയിം ശരിയാണെങ്കിൽ 30 കോടി രൂപ തട്ടിപ്പ് നിലവിൽ നടന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് രാധാകൃഷ്ണൻ ആ കേസിൽ പ്രതിയാവുന്നില്ല? രാധാകൃഷ്ണന്റെ വീട് റെയ്ഡ് ചെയ്യണ്ടേ? ഓഫീസ് റെയ്ഡ് ചെയ്യണ്ടേ? ഓഫീസിലെ രേഖകൾ പരിശോധിക്കണ്ടേ? അപ്പൊ ED ആർക്ക് വേണ്ടിയിട്ടാണ് കളത്തിലിറങ്ങിയിട്ടുള്ളത്? BJPയുടെ സമുന്നത നേതാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. മുണ്ടൂരിൽ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലിരിക്കുന്ന C കൃഷ്ണകുമാറിനെയും എൻ രാധാകൃഷ്ണനെയും രക്ഷിക്കാനുള്ള ബോധപൂർവമായ പരിശ്രമം ഇവിടെ നടക്കുന്നു. അതിന് CPM-ഉം BJP-യും ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസിന്റെ ആരോപണം. ശരി, ഓക്കെ. ഷാജഹാൻ, ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിലെ ചില ഫയലുകൾ വാങ്ങുന്നതിൽ അല്ലെങ്കിൽ അത് ആക്സസ് ചെയ്യുന്നതിൽ ക്രൈംബ്രാഞ്ചിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു തരത്തിലുള്ള കോൺഫ്ലിക്റ്റ് കൂടി ഇക്കാര്യത്തിലുണ്ട്. ചിലരെ രക്ഷിക്കാനാണോ എന്ന ആരോപണം ഇപ്പോൾ കോൺഗ്രസ് ഉന്നയിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഭാഗത്തു നിന്ന് ഉയരുന്നുണ്ട്. പല ആളുകൾക്കും പലതരത്തിലുള്ള സംശയങ്ങളുണ്ട്. എന്തായാലും ഇപ്പോൾ ജനങ്ങളെ സംബന്ധിച്ച് അവരുടെ പൈസ തിരിച്ചു കിട്ടുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നേതാക്കളുടെ ഇപ്പം എൻ രാധാകൃഷ്ണന്റെ സൈൻ ആണെങ്കിൽ ഞാൻ വാങ്ങിച്ച പൈസ തിരികെ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ചില സംഘടനകൾ വാങ്ങിച്ച പണം തിരികെ കൊടുത്ത് ഈ പ്രശ്നം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോഴും വലിയൊരു വിഭാഗം ജനങ്ങൾ കെട്ടുതാലി പണയം വെച്ചും ആടിനെ വിറ്റും ഒക്കെ കൊടുത്ത 60,000 രൂപയോ 45,000 രൂപയൊക്കെ പോകുമോ ഇല്ലയോ എന്നൊക്കെയുള്ള സംശയത്തിലുമാണ്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണങ്ങളെ കുറിച്ച് എന്താണ് ആക്ഷൻ കൗൺസിലിന് പറയാനുള്ളത്? തൃപ്തികരമാണോ? അല്ല, ഇതില് കേരളം കണ്ട ഏറ്റവും വലിയ ഒരു അഴിമതിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് എതിരെ വിവിധ തലങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങളും പ്രതിഷേധ പ്രകടനങ്ങളും കണ്ടാണ് ഇപ്പോൾ EDയും മറ്റുള്ള ഏജൻസികളും ഇപ്പോൾ ചെറിയ തോതിലെങ്കിലും അനങ്ങിയിരിക്കുന്നത്. ഇതുവരെ കഴിഞ്ഞ 1-ാം തീയതി തൊട്ട് നടന്നിരിക്കുന്ന ഈ സംഭവത്തിൽ ഇതുവരെ ശരിയായ രീതിയിലുള്ള ഒരു മൂവ്മെന്റ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. കാരണം ഇതിൽ പ്രധാന പ്രതിയായിട്ട് വരേണ്ട സായി ട്രസ്റ്റ് ചെയർമാൻ അനന്തകുമാർ ഇപ്പോഴും ഒളിവിലാണ്. ഈ അനന്തകുമാറിനെ അറസ്റ്റ് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ ചെയിൻ എവിടം വരെ നീണ്ടു കിടപ്പുണ്ടെന്നുള്ളത് നമുക്കറിയാൻ സാധിക്കുള്ളൂ. അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കിട്ടാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം. അതുകൊണ്ടാണ് അറസ്റ്റ് ഉണ്ടാവാത്തതെന്നാണ് പോലീസ് പറയുന്നത്, ക്രൈംബ്രാഞ്ച് പറയുന്നത്. അത് അറസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങൾ ഇതിക്ക് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സീഡ് സൊസൈറ്റിക്കാർ കളക്ട് ചെയ്തിരിക്കുന്ന പൈസകളും പൊതുജനങ്ങളുടെ കൈകളിൽ നിന്നും വാങ്ങിയിരിക്കുന്ന പണം ഇപ്പം നോർത്ത് പറവൂരിൽ തന്നെ പ്രധാനപ്പെട്ട പല വ്യക്തികളും അടങ്ങുന്ന JSS ട്രസ്റ്റ്, ജനസേവാ സമിതി ട്രസ്റ്റ്, അവർ ആ ഭാഗത്തെ ഉന്നതന്മാരാണ്. അവർ ഇപ്പോഴും പോലീസിന്റെ കൺമുന്നിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കെതിരെ വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ടും അവരെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ശരി, എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തുനിന്ന് ചില നടപടികൾ ഉണ്ടാവുന്നുണ്ട്. ജനസേവാ ട്രസ്റ്റിന്റെ, അതുപോലെ തന്നെ അനന്തു കൃഷ്ണന്റെ, ലാലി വിൻസെന്റിന്റെ അക്കൗണ്ടിലുള്ള 1 ലക്ഷം രൂപ തുടങ്ങിയ തുകകൾ മരവിപ്പിച്ചിരിക്കുന്നു, ഫ്രീസ് ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന വിവരം കൂടി നമുക്ക് ഈ ചർച്ചയ്ക്കിടയ്ക്ക് തന്നെ ഉണ്ട്. ചർച്ചയിലേക്ക് വേണ്ടി ശ്രീ ജിജി, നോക്കൂ, അനന്തു പറ്റിച്ചു എന്ന ഒരൊറ്റ വാചകം കൊണ്ട് നേതാക്കൾക്ക് കൈകഴുകാൻ പറ്റില്ലല്ലോ. BJPയുടെ സംസ്ഥാന ഉപാധ്യക്ഷ പ്രമീള ദേവിയും അനന്തു കൃഷ്ണനും കൂടി ഒരു കമ്പനി രൂപീകരിച്ചു എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് ഞാൻ രാജിവെച്ചു തുടങ്ങിയ ദുർബലമായ വാദങ്ങൾ മാത്രമേ നിങ്ങളുടെ സംസ്ഥാന ഉപാധ്യക്ഷയ്ക്ക് പറയാനുള്ളൂ. ഒന്നാമത്തെ വിഷയം, എൻ രാധാകൃഷ്ണന്റെ സൈൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് വ്യാപകമായി
ഇതുപോലെയുള്ള പണപ്പിരിവ് നടന്നിട്ടുണ്ട്. ചിലയിടങ്ങളിലൊക്കെ ഈ സ്കൂട്ടറും മറ്റുമൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അനന്തുവിന്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു ANR എന്ന് പല ആളുകളും, അവരെ പരസ്പരം ഒരുമിച്ച് കണ്ടിട്ടുള്ള ആളുകൾ തന്നെ പറയുന്ന ഒരു സാഹചര്യമുണ്ട്. മറ്റ് വിവിധ ഇടങ്ങളിലുള്ള പ്രാദേശിക നേതൃത്വത്തിനുള്ള പങ്ക് തുടങ്ങി ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സന്ദീപ് വാര്യർ ഉന്നയിച്ച വി മുരളീധരൻ നേതൃത്വം കൊടുക്കുന്നു എന്ന് പറയുന്ന യുവ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളടക്കം സംസ്ഥാനത്തെ വിവിധ നേതാക്കളുടെ NGOകൾ വഴി നടന്നിട്ടുള്ള ഈ ചൂഷണത്തിന് ഞങ്ങൾ പറ്റിക്കപ്പെട്ടു എന്നുള്ള ന്യായം പറഞ്ഞ് അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? അവരും അന്വേഷണം നേരിടണമല്ലോ. അല്ല, ഇവിടെ ആരും അന്വേഷണം വേണ്ട എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. ഇവിടെ അന്വേഷണം നിർത്തിവെക്കണമെന്ന് BJP പറഞ്ഞോ? BJP പറഞ്ഞില്ലല്ലോ. ആർക്ക് എതിരെയുള്ള ആര് ഇതിൻ്റെ അകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ അവർക്കെതിരെയുള്ള അന്വേഷണമാണല്ലോ ഇപ്പോൾ ക്രൈംബ്രാഞ്ച് നടത്തുന്നത്. പിന്നെന്തിനാണ് CPM-ന്റെ പ്രതിനിധി ആകുലപ്പെടുന്നത്? എന്തിനാണ്? നിങ്ങളുടെ ക്രൈംബ്രാഞ്ച് വലിയ സംഘമായി വന്നിരിക്കുന്നു, അന്വേഷണം നടത്താൻ പോകുന്നു. പിന്നെ അന്വേഷിക്കുമ്പോൾ നീ കഞ്ഞി വെച്ച് കൊടുത്തു എന്ന് പറയുന്നത് കോതമംഗല രൂപത ദർശന കന്യാസ്ത്രീ അമ്മമാർ നടത്തുന്ന സ്ഥാപന, അതുപോലെ കോട്ടപ്പുറം രൂപത നടത്തുന്ന സ്ഥാപനമുണ്ട് കിഡ്സ്, രാജഗിരി ഹോസ്പിറ്റലുണ്ട്. ഇങ്ങനെ ഇവരെല്ലാവരും ഈ പണം പിരിക്കുകയും അങ്ങനെ നൂറുകണക്കിന് സ്ഥാപനങ്ങൾ പണം പിരിക്കുകയും പണം കൊടുക്കുകയും പറ്റിക്കപ്പെടുകയും കുറച്ച് വണ്ടി കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് വണ്ടി കിട്ടിയവരും ഇതിൻ്റെ അകത്ത് കക്ഷിയാവും. ഈ വണ്ടി കണ്ടു കെട്ടണമല്ലോ, അങ്ങനെയാണല്ലോ നിയമം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേരുണ്ട്. എന്നിട്ട് ഈ മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസിലേക്ക് BJP മാർച്ച് നടത്തിയതാ. അവിടെ എന്താ വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് തന്നെ കളക്ഷൻ നടത്തി. ഒരു സ്ഥലം എവിടെ കളക്ഷൻ നടത്തിയോ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അന്വേഷിക്കേണ്ടെന്ന് BJP ഔദ്യോഗികമായിട്ട് ഇതുവരെ ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. നിങ്ങൾ അന്വേഷിച്ചോ, അന്വേഷിക്കേണ്ടെന്ന് ഞങ്ങൾ പറയുന്നില്ലല്ലോ. നിങ്ങൾ അന്വേഷണം നടത്തുക. ഈ ചെയിനിലും ഈ തട്ടിപ്പിൽപ്പെട്ടവരും പ്രിയ സന്ദീപൊക്കെ പറയുന്ന പോലെ എല്ലാം BJP-ക്കാരും ആണ് ഇതെല്ലാം ചെയ്യുന്നതെന്ന് പറയുന്നെങ്കിൽ ഇവിടുന്ന് കളക്ട് ചെയ്ത പണം കൊടുത്തിട്ടുള്ളൂ. ആ രീതിയിൽ പ്രതിയാക്കപ്പെടുകയാണെങ്കിൽ ഞങ്ങളതിനെ പാർട്ടി അതിനെ എതിർക്കുന്നില്ല. പാർട്ടി ഇത് മുഴുവൻ ഈ നാട്ടുകാർക്ക് പോയ പൈസ മുഴുവനും ഇനി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ സമാധാനിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. അതുകൊണ്ട് സത്യസന്ധമായ രീതിയിൽ അന്വേഷണം നടത്തണം. ഞാൻ പറയുന്നത് നിങ്ങൾ ഈ കേവലം പറയുന്ന രാഷ്ട്രീയം ഒന്നോ രണ്ടോ ആളുകളിൽ എടുത്തു വെച്ചിട്ട് ഞാനും തിരിച്ചു പറഞ്ഞപ്പോൾ 3-4 ആളുകളുടെ പേര് വന്നല്ലോ. അതുപോലെ വഹാബിന്റെ സ്ഥാപനം വന്നു, അതുപോലെ ഒരു MLA-യുടെ സ്ഥാപനം വന്നു, മന്ത്രിയുടെ വന്നു. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കാൻ നമുക്ക് കുറച്ച് പേരുകളേ ഉള്ളൂ. പക്ഷെ നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് ട്രസ്റ്റുകൾ അവർ ഇതിൻ്റെ അകത്ത് പെട്ടുപോയിട്ടുണ്ട്. നല്ല രീതിയിൽ ഇവിടുത്തെ സാമൂഹ്യക്ഷേമ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രസ്റ്റുകൾ അവരെല്ലാവരെയും കുറേയധികം ആളുകൾ പെട്ടുപോയിട്ടുണ്ട് എന്ന പോയിന്റിൽ ഞാൻ ശ്രീ ജിജി ജോസഫ് അങ്ങയോട് യോജിക്കും. ഇപ്പോ ജീവകാരുണ്യം എന്ന ലക്ഷ്യത്തിൽ മാത്രം അതിന്റെ എല്ലാ സ്പിരിറ്റോടുകൂടിയും പ്രവർത്തിക്കുന്ന സംഘടനകളും പെട്ടുപോയിട്ടുണ്ട്. പകുതി വിലയ്ക്ക് സ്കൂട്ടർ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ, ഗൃഹോപകരണങ്ങൾ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും പെട്ടുപോയിട്ടുണ്ട് എന്നുള്ള പോയിന്റിൽ എഗ്രി ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റോ മറ്റ് ഏജൻസികളോ ഒക്കെ വന്ന് ചിലരെ പിക്ക് ആൻഡ് ചൂസ് ചെയ്ത് ചില ആളുകളെ അങ്ങ് സഹായിക്കുമോ എന്ന സംശയമാണ് ഇവിടെ സന്ദീപ് അടക്കം മുന്നോട്ട് വെച്ചത്. ചരിത്രവും അതുപോലെ തന്നെ നമ്മുടെ വർത്തമാനകാല അനുഭവങ്ങളും അതിന് ഉപോത്ബലകമായിട്ടുണ്ട്. ആ സംശയം ഒരിക്കലും മാറില്ല. ആ സംശയം സന്ദീപിനെ പോലുള്ള ആളുകളുടെ ആ സംശയം ഒരിക്കലും മാറില്ല. സന്ദീപ് ഇവിടെ നിൽക്കുമ്പോൾ അവരെ സംശയിക്കും, അവിടെ നിൽക്കുമ്പോൾ ഞങ്ങളെ സംശയിക്കുകയും ചെയ്യുന്നതാണ് രാഷ്ട്രീയം. അതാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ നിലപാട്. ആ രാഷ്ട്രീയ നിലപാടിനെ നമുക്ക് പ്രത്യേകിച്ച് മാറ്റാൻ പറ്റുമോ? ആ രാഷ്ട്രീയ നിലപാട് പറയാൻ വേണ്ടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത്. ജയിക്കും വന്നിരിക്കുന്നത് അതാണ്. ജയിക്കിപ്പോൾ 2.5 ലക്ഷം രൂപ ഏരിയ കമ്മിറ്റിക്ക് വാങ്ങിയ കാര്യത്തെക്കുറിച്ച് ജയിക്ക് പ്രത്യേകിച്ച് അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അത് C. ശിവൻകുട്ടിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. പോലീസ് ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം രണ്ടാമത് പോലീസ് ക്ലബിന്റെ നേതൃത്വത്തിൽ പരിപാടി നടന്നു, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല. പ്രസ് ക്ലബ്ബ് പ്രോഗ്രാം വെച്ചു, അതിനെക്കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് ഫ്രീസ് ചെയ്തതിന് ശേഷം പോലീസ് നടത്തിയല്ലോ പരിപാടി. ഇതെന്ത് ഭരണം സാറേ? എന്നിട്ട് എല്ലാവരും ഇവിടെ വന്നിരുന്ന് രാഷ്ട്രീയം പറയുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിനപ്പുറം സാധാരണക്കാരായ ജനങ്ങളെ പറ്റിച്ചതും അവരെ കുരുക്കിലാക്കിയതും ഈ പറയുന്ന ആനന്ദ്കുമാർ എന്ന് പറയുന്ന വ്യക്തി ആണ് ഇതിൻ്റെ ഏറ്റവും മുഖ്യമായ കണ്ണി, വേറെ ആരുമല്ല. അതിന് അദ്ദേഹം ഈ പറയുന്ന അനന്തുവിനെ നന്നായിട്ട് ഉപയോഗിക്കും. അനന്തു ഇത്തരം ട്രാക്ക് റെക്കോർഡുള്ള ആളായതുകൊണ്ട് വളരെയധികം നന്നായി പ്രയോജനപ്പെടുത്താനും സാധിച്ചു. ഇതേ ഉള്ളൂ ഇതിൻ്റെ അകത്തെ കാര്യം.
ശരി, ഓക്കെ. ഷുജയ്ക്ക് ഇപ്പൊ ഞാൻ പറയൂ, സന്ദീപ് പറയും. അഭിലാഷ് ഒന്ന് ഇടപെട്ട് ചോദിച്ചു. ജിജി പറഞ്ഞൊരു കാര്യം പ്രസക്തമാണ്. ജിജി പറഞ്ഞത് ഈ സ്കൂട്ടർ വാങ്ങിയവരെല്ലാം ഇതിൽ കക്ഷി ചേർക്കപ്പെടുന്ന പ്രതി ചേർക്കപ്പെടണം എന്നാണ് ജിജി പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടണ്ടേ? രാധാകൃഷ്ണൻ സ്കൂട്ടർ കൊടുത്ത 5000 പാവപ്പെട്ട മനുഷ്യർ, ആ പാവപ്പെട്ട സ്ത്രീകളൊക്കെ ഇതിൽ പ്രതി ചേർക്കപ്പെടുമെന്ന് ഞാനത് വളരെ ആശങ്കയോട് കൂടിയാണ് കേൾക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ പ്രതി ചേർക്കപ്പെടാതിരിക്കുകയും സ്കൂട്ടർ കൊടുത്ത രാധാകൃഷ്ണൻ ഇതിൽ തട്ടിപ്പ് നടത്താൻ വേണ്ടി ആ തട്ടിപ്പിൽ പങ്കാളിയായിട്ടുള്ള എൻ രാധാകൃഷ്ണന്റെ സംഘടന ഇതിൽ രക്ഷപ്പെടുകയും സ്കൂട്ടർ വാങ്ങിയിട്ടുള്ള സ്ത്രീകളൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് കോടതി കയറി ഇറങ്ങേണ്ട സാഹചര്യം ഉണ്ടായി ചെയ്യുന്നത് എന്ത് ദൗർഭാഗ്യമാണ്. ഒന്ന്. രണ്ട്, ഇപ്പൊ അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യങ്ങള് അവസാനം ഈ വിഷയം എന്താണ് ചേച്ചി? അന്വേഷണം നടക്കില്ല, കേസ് തീരില്ല. നിങ്ങൾ സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ വിഷയത്തില്. രാധാകൃഷ്ണനും പ്രമീള ദേവിയും ഇക്കാര്യത്തിൽ അവരുടെ ഇടപാട് സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾ എന്തേ മാറ്റി നിർത്തുന്നില്ല? രാധാകൃഷ്ണൻ സംരക്ഷണ നിലപാടിലെ സുരേന്ദ്രൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാധാകൃഷ്ണൻ ഞാൻ ചോദിക്കട്ടെ, രാധാകൃഷ്ണൻ പ്രതിയാക്കപ്പെടാൻ യോഗ്യമാണോ? ജിജിയുടെ അഭിപ്രായം എന്താ? ജിജി ഒരു കൊടുക്കേണ്ടവർക്ക് കൊടുക്കാന്ന് പറഞ്ഞു, അവര് മേടിച്ചോണ്ട് പോട്ടെ. അതെങ്ങനെ കൊടുക്കും? രാധാകൃഷ്ണന്റെ സോഴ്സ് എന്താ ഒന്ന് പറഞ്ഞേ. രാധാകൃഷ്ണൻ ഈ കോടിക്കണക്കിന് രൂപ തിരിച്ചു കൊടുക്കാനുള്ള രാധാകൃഷ്ണന്റെ സോഴ്സ് എന്താ? ഇവിടുന്ന് BJPയുടെ പാർട്ടി ഫണ്ട് കൊടുക്കുമോ? തിരിച്ചു കൊടുക്കാന്ന് രാധാകൃഷ്ണൻ പറഞ്ഞെങ്കിൽ അത് ഏറ്റവും വലിയ രാധാകൃഷ്ണന്റെ കയ്യിൽ ചെക്കാ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നിലവിൽ ബാങ്കിൽ പൈസ ഇല്ല. അപ്പൊ നിലവിൽ ബാങ്കിൽ പൈസ ഇല്ലെങ്കിൽ രാധാകൃഷ്ണൻ എവിടുന്നാണ് ഈ പണം അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? അല്ല, അതും അന്വേഷിക്കുമല്ലോ. അതും അന്വേഷിച്ചോ? ഞങ്ങൾ അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അല്ല, നിങ്ങളുടെ പാർട്ടിക്ക് നിങ്ങളുടെ പാർട്ടിക്ക് യാതൊരു വിഷമവുമില്ലേ? ആയിരക്കണക്കിന് സ്ത്രീകൾ നിങ്ങളുടെ കോർ കമ്മിറ്റി മെമ്പറുടെ സംഘടനയാൽ വഞ്ചിക്കപ്പെട്ടിട്ട് നിങ്ങൾക്ക് ഈ കാര്യത്തിൽ അതൊക്കെ അന്വേഷിക്കട്ടെ എന്ന നിലപാടാണോ? നിങ്ങളെന്താ നടപടി എടുക്കാത്ത? ഇതാണോ വ്യത്യസ്തമായിട്ടുള്ള പാർട്ടി? ഇതാണോ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം? എവിടെ പോയി നിങ്ങളുടെ മൂല്യാധിഷ്ഠിത രാഷ്ട്രീയം? എവിടെ പോയി നിങ്ങളുടെ വ്യത്യസ്തമായ പാർട്ടി? നിങ്ങൾ കോർ കമ്മിറ്റി മെമ്പറെ സംരക്ഷിച്ചുകൊണ്ടിരിക്കല്ലേ ഇപ്പോഴും? എൻ രാധാകൃഷ്ണനെയും ബി മുരളീധരനെയും കൃഷ്ണകുമാറിനെയൊക്കെ നിങ്ങൾ ഇപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ? ജനങ്ങൾ കാണുന്നില്ല ആയിരക്കണക്കിന് പാവപ്പെട്ട BJPക്കാരായ RSSകാരായിട്ടുള്ള സ്ത്രീകളുടെ പണമാണ് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. മലമ്പുഴയിൽ RSSകാരായിട്ടുള്ള നല്ല ഉറച്ച സംഘപരിവാർ പശ്ചാത്തലമുള്ള സ്ത്രീകളുടെ പണമാണ് കൃഷ്ണകുമാറിന്റെ ബാങ്ക് തട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്. ഞാൻ ഈ കടം വീട്ടും, ഞാൻ ജനങ്ങൾക്ക് കൊടുക്കാനുള്ള പണം മുഴുവൻ കൊടുക്കുമെന്നാണ് സന്ദീപ് പറഞ്ഞത്. എങ്ങനെ കടം വീട്ടുന്നത്? സോഴ്സ് അന്വേഷിക്കണ്ടേ? ഒരു രാഷ്ട്രീയ നേതാവ്, സംസ്ഥാനത്തെ രാഷ്ട്രീയ നേതാവ് എങ്ങനെയാണ് കോടിക്കണക്കിന് രൂപ അറേഞ്ച് ചെയ്യുന്നത്? അത് നിയമവിരുദ്ധല്ലേ? എന്റെ മകളുടെ ഏത് സ്ഥലം വെക്കുന്ന രാധാകൃഷ്ണൻ എന്റെ കുടുംബക്കാരുടെ സ്ഥലം വിറ്റാണെങ്കിലും അദ്ദേഹം ഇത് വീട്ടിക്കൊള്ളാം എന്ന് പറഞ്ഞു. ഏത് സ്ഥലം രാധാകൃഷ്ണൻ വിട്ടിരിക്കുന്നത്? രാധാകൃഷ്ണൻ ഒരു സ്ഥലമില്ല. 15-ാം തീയതി പോസ്റ്റ് ഡേറ്റ് ചെക്ക് കൊടുത്തു. എവിടുന്ന് പണം വരും? നിങ്ങളെ സോഴ്സ് പറയേ. നിങ്ങൾ പാർട്ടി അന്വേഷിച്ചിട്ടില്ല ഈ കാര്യം. BJP ഒരു പാർട്ടി അന്വേഷിക്കണ്ടേ? നിങ്ങളുടെ കോർ കമ്മിറ്റി മെമ്പറല്ലേ? പഞ്ചായത്ത് ഈ തട്ടിപ്പിന്റെ ഭാഗമായിട്ടുള്ള 3 കോർ കമ്മിറ്റി അന്വേഷിക്കണ്ടേ? ശരി, ഓക്കെ. ഏതായാലും ഇപ്പോ ആരോട് ചോദിക്കുന്നത്? നിങ്ങൾ മറുപടി പറയുന്നില്ലല്ലോ. നിങ്ങൾ ED അല്ലേ അന്വേഷിക്കുന്നത്? ശരി, ED എന്തായാലും ഇപ്പോൾ നടപടികൾ എടുത്തിട്ടുണ്ട്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടിലെ 2.35 കോടി രൂപ മാത്രമാണ് സന്ദീപ് അന്വേഷിക്കുന്നത്. കള്ളപ്പണത്തിന്റെ സോഴ്സാണ് അന്വേഷിക്കുന്നത്. അതുപോലെ ബാക്കിയുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരട്ടെ. ക്രൈംബ്രാഞ്ച് വലിയൊരു അന്വേഷണ സംഘത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ സംവിധാനം ഇത് അന്വേഷിക്കുന്നുണ്ടല്ലോ. അന്വേഷിക്കുന്നതിനെ BJP എതിർക്കുന്നില്ല. ഇത് അന്വേഷണം നടത്തണ്ട എന്ന് ഞങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു വാദവും ഞങ്ങൾക്കില്ല. സാധാരണക്കാരുടെ പണം തട്ടിയെടുത്ത അനന്തുവിനെയും ആനന്ദകുമാറിനെയും പറ്റിക്കപ്പെട്ട മറ്റ് ട്രസ്റ്റുകാരെയും എല്ലാവരെയും ഇതിന്റെ അകത്ത് നിർത്തി ചോദ്യം ചെയ്ത് എന്താണ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്ന് തന്നെയാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഞങ്ങൾ ഇതിന്റെ അകത്ത് ഇന്ന ആളെ ഒഴിവാക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സന്ദീപേ. നിങ്ങൾ ഈ ലാലി വിൻസെന്റിന് വേണ്ടി വാദിക്കുന്ന പോലെ ഞങ്ങൾ ഒരാൾക്ക് വേണ്ടി വാദിക്കാൻ വന്നിട്ടൊന്നുമില്ല. വസ്തുത പറഞ്ഞു എന്ന് മാത്രമേ. അത് നിങ്ങൾ ഞാൻ പറഞ്ഞില്ല. അവരുടെ വക്കീൽ ഫീസ് എത്രയാണ് എന്ന് എനിക്കറിയില്ല. എത്രയാണ് അറിയില്ല. അത് അവർ തീരുമാനിക്കട്ടെ. അതുപോലെ ഞാൻ ആരെയും ടോട്ടൽ അസറ്റ് വാല്യൂ കഴിഞ്ഞ അസംബ്ലി ഇലക്ഷന്റെ അഫിഡവിറ്റ് പ്രകാരം 1,04,00,000 മാത്രമാണ്. 30 കോടി എവിടുന്ന് അറേഞ്ച് ചെയ്തു?
നിങ്ങൾ പറയും 30 കോടി ഓൾറെഡി അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എവിടുന്ന് നിങ്ങൾ കോടികൾ അറേഞ്ച് ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഈ കൊടുത്ത പോസ്റ്റ് ഡേറ്റഡ് ചെക്കിന്റെ പണമൊക്കെ എവിടുന്നാണ് കിട്ടാൻ പോകുന്നത്? ആരാണ് ഇത്രയും കോടിക്കണക്കിന് ഇറക്കാൻ പോകുന്നത്? ബന്ധുക്കൾ സ്ഥലം എന്റെ ആദർശിന് വേണ്ടി വിൽക്കുവോ? ഏത് സ്ഥലം വിറ്റിട്ടുള്ളത്? നിങ്ങൾ എങ്ങനെയാ പണം കൊടുക്കുന്നത്? എന്നാണ് സ്ഥലം വിറ്റ് പണം കൊടുക്കാൻ പോകുന്നത്? പണം തട്ടിപ്പ് കേസ് പറ്റിക്കപ്പെട്ടത് സ്ത്രീകളെ വഞ്ചിക്കപ്പെട്ടത് മരുമകൻ നിങ്ങൾ കൈ കഴുകിയോ? കോർ കമ്മിറ്റി മെമ്പർമാരെ നടത്തിയ തട്ടിപ്പ് കോർ കമ്മിറ്റി തട്ടിപ്പാണ്. ഇത് ബിജെപിയുടെ കോർ കമ്മിറ്റി തട്ടിപ്പാണ്, ഉഡായിപ്പാണ്. നിങ്ങൾ ഈ സ്കൂട്ടർ തട്ടിപ്പ് ബിജെപിയുടെ കോർ കമ്മിറ്റി തട്ടിപ്പായി മാറി. ഇതല്ലേ സത്യം? നിങ്ങൾക്ക് ഇപ്പൊ പാവപ്പെട്ട സ്ത്രീകളുടെ ഒരു പ്രതിബദ്ധതയില്ല. ആ ഒന്നാം തരം സ്ത്രീകളെ പണം തട്ടിച്ചത് മലമ്പുഴയിലെ മുണ്ടൂരിലെ മുരളീധരന്റെ യുവ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് മാർച്ച് ചെയ്തത് ആരാ? മുരളീധരന്റെ സൊസൈറ്റിക്ക് മാർച്ച് ചെയ്തത് ബിജെപിക്കാരാണ്, ആർഎസ്എസ്കാരാണ്. പണം അതാണ് തട്ടിപ്പ് പണം. അനന്തകൃഷ്ണന്റെ കൂടെ വേണമായിരുന്നല്ലോ. കഴിഞ്ഞ 1.5 വർഷക്കാലം അനന്തകൃഷ്ണനും ഒരു ബായിൽ കിടന്നുറങ്ങി ഒരു പാത്രത്തിൽ കഴിച്ചവരല്ലേ? നമുക്ക് അറിയുന്ന കാര്യമല്ലേ? അനന്തകൃഷ്ണൻ പറഞ്ഞാൽ സയാമീസ് ഇരട്ടകളെ പോലെ എറണാകുളം നടത്തുന്ന ആളുകളല്ലേ? ഇവിടെ തോമസ് നോക്കൂ, ഇവിടെ അന്വേഷണം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന കാര്യം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കട്ടെ. പക്ഷെ ഇവിടെ ക്രൈംബ്രാഞ്ച് സംഘം അറിയാതെ പോലും ഒന്ന് രാധാകൃഷ്ണന്റെ വഴിക്ക് പോവാത്തത് എന്താണ്? പോട്ടെ, അറസ്റ്റൊന്നും ചെയ്യണ്ട, വിവരങ്ങൾ ശേഖരിക്കുക പോലും ചെയ്യാത്തത് എന്താണെന്ന് നാട്ടുകാർ സംശയിച്ചാൽ പമ്പൻ സ്രാവുകൾ വല പൊട്ടിക്കുമോ എന്നുള്ള അവരുടെ സംശയത്തിന് ഉത്തരം കിട്ടും. ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. ബഹുമാനിയായ കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ചർച്ചയുടെ ആകെ ഒരു സന്ദേഹം അദ്ദേഹം ആവർത്തിച്ച് എനിക്ക് തോന്നുന്നു 4 or 5 തവണ പറഞ്ഞത്, നിങ്ങൾ എന്തുകൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ കേരളത്തിലെ നേതാവായിട്ടുള്ള AN രാധാകൃഷ്ണനെ തൊടുന്നില്ല, അദ്ദേഹത്തെ പിടികൂടുന്നില്ല എന്നുള്ളതാണ്. നിശ്ചയമായി ഞാൻ അതിന്റെ മറുപടിയിലേക്ക് വരാം. പക്ഷേ ബഹുമാനിയനായ BJPയുടെ പ്രതിനിധി, ഇവർ രണ്ടുപേരും പൊതുവിലും BJPയുടെ പ്രതിനിധി പ്രത്യേകിച്ചും ഈ ചർച്ചയിൽ കൂടുതൽ സമയമെടുത്തത് ഞങ്ങൾ ആരെയും പ്രത്യക്ഷത്തിൽ അങ്ങോട്ടേക്ക് കുറ്റം പറയുന്നില്ല, ഞങ്ങൾ ആരും തട്ടിപ്പുകാരാണെന്നും തട്ടിപ്പിന് സഹായം ചെയ്തുവെന്നും അതിന് സൊസൈറ്റി രൂപീകരിച്ചുവെന്നും അതിനുവേണ്ടി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ച് ഈ അഖില ലോക തട്ടിപ്പുകാരന് കഞ്ഞി വെക്കാൻ ഇടം പിടിച്ചു കൊടുത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ ആരും ഞങ്ങള് വ്യക്തിപരമായി കുറ്റം പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്താണ്? അതിൽ രൂപതയിൽപ്പെട്ട ചിലരുണ്ട്, അതിൽ കന്യാസ്ത്രീ മഠത്തിലെ ചിലരുണ്ട്, അതുകൊണ്ടൊക്കെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ രാഷ്ട്രീയ നേതാക്കന്മാർ ഉൾപ്പെട്ടിട്ടുള്ള ഈ തട്ടിപ്പ് ഒരു അറിയില്ല എന്നാ പറഞ്ഞത്. നടക്കാകരുത്. എനിക്ക് ഈ കാര്യത്തിൽ ഓവർലാപ്പ് ചെയ്ത് സംസാരിക്കാൻ താല്പര്യമില്ല. ശരി, പറയൂ ജയിക്ക്, പറയൂ. ഏതാണ്ട് 8:02 8 മണിക്ക് ശേഷം 2-ാം മിനിറ്റിൽ എന്റെ ഭാഗത്തേക്ക് വന്ന ചോദ്യത്തിന് മറുപടിയായിട്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന കോൺഗ്രസിന്റെ BJPയുടെ പ്രതിനിധികൾ തമ്മിലുള്ള തർക്കം ആരംഭിച്ചത്. ഇപ്പോഴേതാണ്ട് 8:08 അതായത് 6 മിനിറ്റോളം ആ തർക്കം നീണ്ടു. സ്വാഭാവികമാണ്, അത്ഭുതകരമായ കാര്യമൊന്നുമല്ല. പക്ഷേ ഞാൻ എന്റെ ഭാഗം പറഞ്ഞു തുടങ്ങുമ്പോൾ BJP പ്രതിനിധി അതിനിടയ്ക്ക് കയറി വീണ്ടും സഹജമായ സ്വഭാവം കാണിക്കുന്നത് ശരിയല്ല. അങ്ങ് സംസാരിച്ചപ്പോൾ ഞാൻ ഉണ്ടായിരുന്ന കേട്ടയാളാണല്ലോ. അപ്പൊ അങ്ങയുടെ ആകെ ചർച്ചയുടെ ഉദ്ദേശം എന്താണ്? ഇതിൽ മറ്റു ചില ആളുകൾ പെട്ടതുപോലെ ഞങ്ങളുടെ നേതാക്കന്മാരും സൊസൈറ്റി നടത്തി ജനങ്ങളുടെ കയ്യിൽ നിന്ന് പണം പിരിച്ചു വാങ്ങി ഈ അഖില കേരള തട്ടിപ്പുകാരന് കഞ്ഞി കുടിക്കാൻ ഞങ്ങൾ കഞ്ഞി വെച്ചു കൊടുത്തു എന്നുള്ളത് ഒരു കുറ്റമായി പറയാൻ പാടില്ല. അതാണ് ആ ചർച്ചയുടെ ആത്യന്തികമായ ഉദ്ദേശം. പ്രശ്നം എന്താണ്? നമ്മൾ തിരിച്ചറിയേണ്ടതില്ലേ? കന്യാസ്ത്രീകളോ രൂപതയിലെ വൈദികരോ അങ്ങനെ മറ്റാളുകൾ മാത്രമാണോ ഇതിന്റെ ഭാഗമായി നിന്നത്? ഇതിന് വിശ്വാസ്യത ലഭിക്കുന്നത് എപ്പോഴാണ്? ഏതു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും, അത് CPIMന്റെ ആവട്ടെ, BJPയുടെ ആവട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, ജനങ്ങൾക്കിടയിൽ നേരും നെറിയും പദവിയുമുള്ള നേതാക്കന്മാർ ഈ തട്ടിപ്പ് സംഘത്തിന് ആവരണം നൽകാൻ സൊസൈറ്റി രൂപീകരിച്ച് അവർ നേരിട്ട് കാശ് പിരിക്കുന്നു. അതാണല്ലോ പ്രശ്നം. അല്ലാതെ ജനോപകാരപ്രദമായ ഒരു കാര്യത്തിന് അദ്ദേഹത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയല്ല. എന്റെ പേരിൽ ഞാൻ സൊസൈറ്റി രൂപീകരിച്ച് ഞാൻ വണ്ടി തരാമെന്ന് പറഞ്ഞിട്ട് ഈ ആഗോള തട്ടിപ്പ് വീരനെ പരിചയപ്പെടുത്തുന്നു. അങ്ങനെയല്ലേ ഇവരൊക്കെ വിശ്വാസ്യത ലഭിച്ചത്? അങ്ങനെയല്ലേ ഈ BJP പ്രതിനിധി സൂചിപ്പിച്ച കന്യാസ്ത്രീ മഠത്തിലെ പാവങ്ങളോ രൂപതയിലെ വൈദികരോ കേരളത്തിലെ മറ്റ് സാധാരണക്കാരോ പെട്ടുപോയത് എങ്ങനെയാണ്? കേരളത്തിലെ BJPയുടെ ഏറ്റവും സമുന്നത നേതാവ് എറണാകുളം ജില്ലയിലെ ഓരോ കോണറുകളിലും സിനിമാ പോസ്റ്ററിനേക്കാൾ വലിപ്പമുള്ള പോസ്റ്റർ അടിച്ചു വെച്ച് തന്റെ സ്വപ്ന ചിത്രം പതിപ്പിച്ചു വെച്ചോ. ജനനന്മയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്തിനാ ഈ BJP നേതാവ് മമ്മൂട്ടിയും മോഹൻലാലും മാറി നിൽക്കുന്ന വലിപ്പത്തിൽ
പോസ്റ്റർ അടിച്ച് എറണാകുളം ജില്ലയാകെ പ്രദർശിപ്പിച്ചത് ആരെ ഉദ്ധരിക്കാനാണ്? ഏതു കാരുണ്യ പ്രവർത്തി ചെയ്യാനാണ്? ഈ തട്ടിപ്പുകാരുടെ കൂടെ നിന്ന് പണം പിടുങ്ങി അവന് കഞ്ഞി വെച്ച് കൊടുക്കുകയായിരുന്നു ഉദ്ദേശം. എന്നിട്ട് ചോദിക്കുമ്പോഴോ എനിക്ക് രസകരമായി തോന്നി. കോൺഗ്രസിന്റെ പ്രതിനിധി നമ്മളോട് പറയുന്നു ഈ പണം BJP നേതാവ് എങ്ങനെ തിരിച്ചു കൊടുക്കും? അതിന് മറുപടി ഞാനല്ല പറയേണ്ടത്. അതിന് മറുപടി ഇതിനോട് നമ്മുടെ പബ്ലിക് ഡൊമൈന് മുമ്പിലുണ്ട്. എന്തായിരുന്നു ആ മറുപടി? നമ്മുടെ പെരിന്തൽമണ്ണ MLA പറഞ്ഞതാണ് മറുപടി. പെരിന്തൽമണ്ണ MLA-യോട് അദ്ദേഹം ആദ്യം പറഞ്ഞു ഞാൻ നേരിട്ട് പണം പിരിച്ചിട്ടില്ല. 11ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെരിന്തൽമണ്ണയിലെ ഒരു പെൺകുട്ടികളുടെ പേരിൽ ആയിരക്കണക്കിന് 10,000 രൂപയുടെ രസീത് കൊടുത്തത് കയ്യോടുകൂടെ പിടികൂടപ്പെട്ടപ്പോ തട്ടിപ്പുകാരനെ രക്ഷിക്കാൻ കള്ളം പറഞ്ഞ UDF-ന്റെ നേതാവ് പറഞ്ഞു ഞാൻ പണം വാങ്ങിയവർക്ക് ഞാൻ കൊടുക്കും. തിരികെ ചോദിക്കട്ടെ കോൺഗ്രസ് നേതാവേ, ഏത് തറവാട്ടിൽ നിന്നാണ് നിങ്ങൾ പണം എടുത്തു കൊടുക്കുന്നത്? കോൺഗ്രസ് ഇവിടെ നിന്ന പണം നിങ്ങൾ ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചിട്ട് ഈ തട്ടിപ്പുകാരുടെ പണം വിടുങ്ങിയ ഈ UDF MLA-ക്ക് വേണ്ടി പണം കൊടുക്കുവോ? അതോ ഇവിടെ അങ്ങ് ചോദിച്ചതുപോലെ BJP നേതാവിന്റെ തറവാട്ട് സ്വത്ത് അദ്ദേഹത്തിന്റെ ഭാര്യാമാതാവിന്റെ സഹോദരന്മാരുടെ അങ്ങനെ ആർജിച്ചെടുത്ത സ്വത്ത് പെരിന്തൽമണ്ണ MLA-ക്കുണ്ടോ? എന്നിട്ട് രസകരമായി ചോദിച്ചത് കോൺഗ്രസ് നേതാവായ ഈ അഭിഭാഷകയ്ക്ക്, ഇപ്പോൾ അവർ അഭിഭാഷകയാണല്ലോ, കപിൽ സിബിലും ദുഷ്യന്ത് ദവയും ഒക്കെ മാറി നിൽക്കുന്ന എറണാകുളത്തെ അഭിഭാഷകൻ ഇരിക്കട്ടെ, എനിക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷെ പറയണ്ടേ എന്താ അഭിഭാഷക ചെയ്ത കാര്യം? ആരുടെയെങ്കിലും മുമ്പിൽ നിന്ന് വക്കീൽ ഫീസ് വാങ്ങുക മാത്രമാണ് ചെയ്യുന്നത്. ഈ പോലീസ് ഈ തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്തപ്പോ കോൺഗ്രസ് നേതാവ് വാർത്താ സമ്മേളനം നടത്തി പോലീസിനെ തടയാൻ ശ്രമിച്ചില്ലേ? വണ്ടി അറ്റാച്ച് ചെയ്യാൻ ആയിരക്കണക്കിന് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തിയ ഈ അഖിലലോക തട്ടിപ്പുകാരന്റെ വണ്ടി അറ്റാച്ച് ചെയ്യാൻ കേരള പോലീസിന് എന്ത് അവകാശം എന്ന് പറഞ്ഞ് തടയാൻ വന്നതാരാ? ഈ അഭിഭാഷകയല്ലേ? അവന്റെ ഫ്ളാറ്റിന്റെ താക്കോല് കയ്യിൽ വെച്ചിട്ട് തിരിച്ചു കൊടുക്കേണ്ട വന്ന ആരാ? ഈ അഭിഭാഷകയല്ലേ? എന്താ കോൺഗ്രസ് പ്രതിനിധിയുടെ അഭിപ്രായം? നമ്മുടെ നാട്ടിലെ അഭിഭാഷകർ തട്ടിപ്പുകാർക്ക് വേണ്ടി കേസ് നടത്തുമ്പോ അവന്റെ ഫ്ളാറ്റ് ഉപയോഗിച്ച്, അവന്റെ താക്കോൽ ഉപയോഗിച്ച്, അവന്റെ സ്ഥാപനജംഗമ വസ്തുക്കൾ ഉപയോഗിച്ച് അങ്ങനെയാണോ അഭിഭാഷക സേവനം കൊടുക്കുന്നത്? എന്നിട്ട് നടപടി എന്ന് പോയിട്ട് എന്ന അക്ഷരം കുടിക്കാൻ നിങ്ങൾക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല? ആങ്കർ മറക്കരുത്, കോൺഗ്രസുകാർക്ക് സമീപത്തുണ്ടായ എല്ലാ തട്ടിപ്പുകളിലും ഇതായിരുന്നില്ല സമീപനം. രാജേന്ദ്രൻ എന്ന് പറയുന്ന കർഷകൻ ആത്മഹത്യ ചെയ്തില്ല വയനാട്? പ്രതിയായതാരാ? KPCC സെക്രട്ടറി KK എബ്രഹാം ജയിലിൽ കിടന്നു. നടപടിയെടുത്തോ? സ്വീകരണം കൊടുത്തു. മാലയിട്ട് വയനാട് ജയിലിന്റെ പുറത്ത് സ്വീകരണം കൊടുത്തു. നമ്മുടെ നാട്ടിൽ തനിയാവർത്തനം സിനിമയെ അനുസ്മരിപ്പിക്കുന്ന കൊലപാതകം ഉണ്ടായില്ലേ? NM വിജയൻ മകന് മറ്റൊരു മാർഗവുമില്ലാതെ വന്നപ്പോ ഭക്ഷണത്തിൽ വിഷം കൊടുത്ത് കൊന്നുകളയേണ്ട വന്നില്ലേ? 2 പേർ കൊല്ലപ്പെട്ടില്ലേ? കൂടത്തിൽ കൊടി പിടിച്ച് നടക്കുന്ന 2 പേരെ കൊന്നുകളഞ്ഞ കേസിൽ തട്ടിപ്പ് നടത്തിയ MLA, തട്ടിപ്പ് നടത്തിയ DCC പ്രസിഡന്റ് നടപടിയുടെ അക്ഷരമെടുത്തോ കോൺഗ്രസ് നേതാവേ? എന്നിട്ട് ഇവിടെ വന്ന് ഗിരിപ്രഭാഷണം നടത്തുന്നു. ലാലി വിൻസെന്റ് തട്ടിപ്പ് നടത്തിയിട്ടില്ല. കണ്ണൂർ എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തത് ആരാണ്? ഫ്ളാറ്റ് കൈവച്ച് ആരാണ്? വണ്ടി കൊണ്ടു നടന്നത് ആരാണ്? വണ്ടി അറ്റാച്ച് ചെയ്യാൻ നടന്നത് തടസ്സപ്പെടുത്തിയത് ആരാണ്? ഒറ്റക്കാരത്തിന് മറുപടി പറഞ്ഞ് അവസാനിപ്പിച്ചുകൊള്ളാം. രാധാകൃഷ്ണനെതിരെ പോലീസ് കേസെടുക്കുക എന്നുള്ളത് കോൺഗ്രസ് പ്രതിനിധിയുടെ സംശയം ന്യായമാണ്. കാരണം എന്താ? അങ്ങ് ചിന്തിക്കുന്നത് ഗോൾവൽക്കറുടെ ചിത്രം കാണുമ്പോ മുട്ടിലെറിയുന്ന രാഷ്ട്രീയക്കാരനല്ല കേരളത്തിന്റെ ആഭ്യന്തരമന്ത്രി. ശാഖ ആക്രമിക്കാൻ കമ്മ്യൂണിസ്റ്റുകാർ വരുന്നത് കേട്ടപ്പോ കതർമുണ്ട് അഴിച്ചു മാറ്റി കാക്കി കളസം എടുത്തിട്ട് ശാഖയ്ക്ക് കാവൽ കിടന്നയാളല്ല കേരളത്തിലെ ഗവൺമെന്റിനെ നയിക്കുന്നത്. അതുകൊണ്ട് ഏത് BJP നേതാവും ഇതിന്റെ ഭാഗമായിട്ടുള്ള അന്വേഷണത്തിൽ കൊടുക്കും. ഇതിനകത്ത് തെറ്റ് ചെയ്തവർ വെള്ളം കുടിക്കുക തന്നെ ചെയ്യും, ഒരു സംശയവും വേണ്ടതില്ല. ശരി, ഞാൻ സന്ദീപിലേക്ക് പോകുന്നതിന് മുമ്പ് ഷാജഹാൻ കാത്തിരിക്കുന്നുണ്ട്. അടുത്ത ഷാജഹാൻ, ഇവിടെ ഇപ്പോ പണം പിരിച്ച പല നേതാക്കളും അവർ NGO വഴി ആളുകൾക്ക് ഈ തരത്തിലുള്ള സഹായം കൊടുക്കാം എന്ന പ്രതീക്ഷയിൽ പിരിച്ചതാണ് എന്ന് പറയുന്നു. ഇവിടെ ഇപ്പോ എല്ലാ അനന്തു കൃഷ്ണൻ കൊണ്ടുപോയി ഇനിയിപ്പോ ഈ പറഞ്ഞ ഇരകളെ സംബന്ധിച്ച്, ഈ തട്ടിപ്പിന്റെ ഇരകളെ സംബന്ധിച്ച് ഇനി എന്താണ് കാത്തിരിക്കുന്നത് എന്നൊരു പ്രശ്നമുണ്ട്. അനന്തു കൃഷ്ണന്റെ അക്കൗണ്ടുകൾ ഇപ്പോൾ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഈ ബന്ധപ്പെട്ട NGO-കൾ, അതിനെ നയിക്കുന്ന നേതാക്കൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പൊതുപ്രവർത്തകർ തന്നെ ഈ പണം തിരികെ കൊടുക്കണം എന്നാണോ നിങ്ങളും പറയുന്നത്? അതെ, കഴിഞ്ഞ 5 വർഷമായിട്ട് തട്ടിപ്പ് സംഘം ഇവിടെ വലിയ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നും പണം സ്വീകരിച്ചപ്പോൾ ഇവിടെയുള്ള അന്വേഷണ ഏജൻസികളോ ഇതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഇവർ എന്താണ് ചെയ്യുന്ന പ്രവർത്തനം എന്ന് അന്വേഷിക്കാനോ കണ്ടുപിടിക്കാനോ ആ ഏരിയയിലേക്ക് ജാഗ്രത പുലർത്താനോ ഒന്നും
നാളിതുവരെ ചെയ്തില്ല. അതുമാത്രമല്ല, ഇത്രയും നാളായിട്ട് കഴിഞ്ഞ 1-ാം തീയതി തൊട്ട് ഈ ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ട് ആകെ 1-2 അറസ്റ്റാണ് സംസ്ഥാന തലത്തിൽ നടന്നിട്ടുള്ളത്. ഇപ്പോഴും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രതികൾ വൻതോതിൽ പണം സ്വരൂപിച്ചിട്ടുള്ള, നോർത്ത് പറവൂരടക്കമുള്ള വൻതോതിൽ പണം സ്വരൂപിച്ചിട്ടുള്ള പ്രതികൾ പരസ്യമായിട്ട് അവർ നടക്കുകയാണ്. പാവപ്പെട്ട ജനങ്ങൾ, അതായത് പൊതുജനത്തിൻ്റെ പണം അവർ പരസ്യമായി വാങ്ങി പരസ്യമായിട്ടാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അവരെ ചോദ്യം ചെയ്യാനോ അവർക്ക് നോട്ടീസ് കൊടുക്കാനോ മറ്റുള്ള യാതൊരുവിധ നടപടികളും എടുത്തിട്ടില്ല. പൊതുജനം ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അത് തന്നെയല്ല, ഇതിൽ ഉള്ള ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്യുന്നതിന് പകരം ഒരു സ്റ്റേഷനിൽ മാത്രമാണ് ക്രൈം രജിസ്റ്റർ ചെയ്തു പോകുന്നത്. ഇത് വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്യണം. കാരണം ഇതിൽ വ്യത്യസ്തമായ രീതിയിൽ സീഡ് സൊസൈറ്റി, അതുപോലെ പഞ്ചായത്ത് മെമ്പർമാർ, സൊസൈറ്റി മെമ്പർമാർ, ഇങ്ങനെയുള്ള പല ആളുകളും ഇതിൽ പ്രതിപട്ടികയിൽ വരേണ്ടതാണ്. അത് അപ്പം വിവിധ സ്റ്റേഷനുകളിൽ ക്രൈം രജിസ്റ്റർ ചെയ്ത് ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രതികളെയും എല്ലാവരെയും ഉൾപ്പെടുത്തണം. അതുമാത്രമല്ല, ഇതിൽ നിന്നും പണം സ്വീകരിച്ച് സംഭാവന സ്വീകരിച്ചവരെ പ്രതിയാക്കിയില്ലെങ്കിലും മാന്യമായ രീതിയിൽ ആ സംഭാവന തിരിച്ചു നൽകാനുള്ള ഒരു മര്യാദയെങ്കിലും അവർ കാണിക്കണം. കാരണം ഇത് പാവപ്പെട്ടവരുടെ പണമാണ്. ആ പണം തിരിച്ചു നൽകാൻ അവർ ഒരു മര്യാദയെങ്കിലും ഈ പണം സംഭാവന സ്വീകരിച്ചവരും പണം തിരികെ കൊടുക്കണം എന്നുള്ള പോയിന്റും വാലിഡ് ആണ്. കാരണം ഇതുപോലെ തട്ടിച്ചുണ്ടാക്കിയ പണമാണല്ലോ സംഭാവനയായിട്ട് വാങ്ങിയിട്ടുള്ളത്. ഞാൻ ആ പോയിന്റിനോട് യോജിക്കുകയാണ്. പക്ഷെ സന്ദീപ് വാര്യർ, ഈ തട്ടിപ്പിന്റെ സ്വഭാവം നമുക്കറിയാം. സ്വന്തം നിലയ്ക്ക് വിപണി വിലയ്ക്ക് സ്കൂട്ടർ വാങ്ങാനോ ലാപ്ടോപ്പ് വാങ്ങാനോ തയ്യൽ മെഷീൻ വാങ്ങാനോ ഒന്നും പറ്റാത്ത ആളുകൾ പകുതി വിലയ്ക്ക് കിട്ടും എന്നറിയുമ്പോൾ, പകുതി വില കൊടുത്താൽ മതി എന്നറിയുമ്പോൾ കടം വാങ്ങിച്ച് എന്തെങ്കിലുമൊക്കെ വിറ്റ് സ്വർണം പണയം വെച്ച് അല്ലെങ്കിൽ സ്വരുക്കൂട്ടി വെച്ചിരിക്കുന്ന പണം ഉപയോഗിച്ചൊക്കെയാണ് 60,000 രൂപ സ്കൂട്ടറിനും ബാക്കി തയ്യൽ മെഷീനും ലാപ്ടോപ്പിനും ഒക്കെ കൊടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ പട്ടിണി കാശാണ്. ആ കാശ് പിടിച്ചു പറിച്ച് നടന്നിട്ടുള്ള കേരളത്തിലെ വലിയൊരു തട്ടിപ്പാണ്. അപ്പൊ ആ തട്ടിപ്പ് നടത്തിയ ആളെ ഇപ്പോഴും ലീഗലായി ഡിഫെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസിന്റെ മുൻ വൈസ് പ്രസിഡന്റാണ്, പ്രമുഖ കോൺഗ്രസ് നേതാവാണ്. അത് അഭിമാനകരമാണോ? പാർട്ടിക്ക് അക്കാര്യത്തിലൊന്നും പറയാനില്ലേ? താങ്കൾ നേരത്തെ ചോദിച്ച എൻ രാധാകൃഷ്ണനെ കുറിച്ച് ചോദിച്ച അതേ ചോദ്യം പെരിന്തൽമണ്ണ MLA-ക്കും ബാധകമാണ്. അദ്ദേഹത്തിന്റെ അവിടുത്തെ NGO വഴിയാണ് അവിടെ ഈ ഗുണഭോക്താക്കളെ കണ്ടെത്തിയതും അവരിൽ നിന്ന് പണം വാങ്ങിയതും. അവിടെയും പണം തിരികെ കൊടുക്കാമെന്ന് പറയുന്നത്, എവിടുന്ന് പണം തിരികെ കൊടുക്കുമെന്നുള്ള ചോദ്യം അവിടെയും പ്രസക്തമാണല്ലോ. ഞാൻ എല്ലാം മറുപടി പറയാം. ഒന്ന്, ഈ വിഷയത്തിൽ പരിപൂർണമായും കോൺഗ്രസിന്റെ നേതാക്കളൊക്കെ ഈ കുറ്റക്കാരന്റെ ഭാഗത്തും ഈ ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ജയിക്കിന്റെ പാർട്ടിക്കാരൊക്കെ വിശുദ്ധരുമാണെന്ന രീതിയിലുള്ളൊരു പരാമർശമാണല്ലോ അദ്ദേഹം നടത്തിയത്. കോൺഗ്രസിന്റെ നിലപാട് വ്യക്തമാണ്. കോൺഗ്രസിന്റെ നിലപാടെന്ന് പറയുന്ന ഈ വിഷയത്തിൽ തെറ്റ് ചെയ്തവരെ ശിക്ഷിക്കണം, കൃത്യമായിട്ടുള്ള ഫെയർ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ വേണം, അതിൽ ഒരാളെയും ഒരു രാഷ്ട്രീയത്തിന്റെ പേരിലും ഒഴിവാക്കാൻ പാടില്ല എന്നുള്ള അസന്നിഗ്ധമായിട്ടുള്ള അഭിപ്രായം കോൺഗ്രസിന്റെ ലീഡർഷിപ്പ് പറഞ്ഞിട്ടുണ്ട്. അത് ആരായാൽ പോലും. ഇപ്പോൾ ലാലി വിൻസെന്റിന്റെ കാര്യം പറഞ്ഞു. ലാലി വിൻസെന്റ് ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് സ്കൂട്ടർ കൊടുക്കാമെന്ന് പറഞ്ഞ് ഒരു നയാ പൈസയെങ്കിലും വാങ്ങിയതായിട്ട് എവിടെയും പരാതിയില്ല. അവരുടെ അഭിഭാഷകയാണ്. സ്വാഭാവികമായിട്ടും അഭിഭാഷകരായിട്ടുള്ള ആളുകൾ, പല ആളുകളും പല കേസുകളും എടുക്കാറുണ്ട്. അതെല്ലാം പാർട്ടിയോട് ചോദിച്ചിട്ടല്ല അത്തരം ആളുകളുടെ കേസുകൾ ഏറ്റെടുക്കുന്നത്. ഇത് വിവാദമായതിനു ശേഷം അത്തരം കേസുകൾ ഏറ്റെടുക്കണമെന്ന് സംബന്ധിച്ച് അവർ തന്നെയാണ് ആത്മപരിശോധന നടത്തേണ്ടത്. സ്വാഭാവികമായിട്ടും അഭിഭാഷകരുടെ ധർമ്മമാണ് മുന്നിൽ വരുന്ന കക്ഷികളുടെ കേസ് ഏറ്റെടുക്കുക എന്നുള്ളത്. അത് സംബന്ധിച്ചുള്ള ആത്മപരിശോധനയ്ക്ക് അഭിഭാഷകർ എന്നുള്ളേക്ക് അഭിഭാഷക സമൂഹം കൂടി നടത്തട്ടെ. ഇത്തരം തട്ടിപ്പുകാരുടെ കേസുകളൊക്കെ ഏറ്റെടുക്കണോ എന്ന് സംബന്ധിച്ച് അഭിഭാഷകരുടെ അഭിഭാഷകരുടെ സമൂഹം തന്നെ നടത്തട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, അക്കാര്യത്തിലെ അഭിപ്രായം. ഒന്ന്. രണ്ട്, ഇവിടെ പറഞ്ഞത് എന്താ, പെരിന്തൽമണ്ണ MLA-യുടെ കേസ് ഇതുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്താൻ പറ്റും? നോക്കൂ, എല്ലാ കേസുകളിലും എല്ലാ ക്രിമിനൽ കേസുകളിലും ഇന്റൻഷൻ എന്നുള്ള പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില സഭകൾ അതല്ലെങ്കിൽ ചില സന്നദ്ധ സംഘടനകൾ, നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന സന്നദ്ധ സംഘടനകൾ ഇതിൽ തട്ടിപ്പിൽ ഇരയാക്കപ്പെട്ടവരുണ്ട്. ചില ജനപ്രതിനിധികൾ അവരുടെ മണ്ഡലത്തിൽ 10 ആളുകൾക്ക് നല്ലത് സംഭവിച്ചോട്ടെ എന്ന് കരുതി ചെയ്ത ആളുകളുണ്ട്. നജീബ് കാന്തപുരത്തിന്റെ മണ്ഡലത്തിൽ വളരെ ചുരുങ്ങിയ നമ്പർ ആളുകൾക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ വിഷയമുള്ളത്. അത് പരിഹരിക്കാൻ വലിയ സംഖ്യയുടെ ആവശ്യമില്ല. പക്ഷേ എൻ രാധാകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് എന്താ? സംസ്ഥാന വ്യാപകമായി. ഒന്ന്. രണ്ട്, ഈ തട്ടിപ്പുകാരനുമായിട്ടുള്ള അടുത്ത ബന്ധം വളരെ വിസിബിൾ ആണ്. രാധാകൃഷ്ണന്റെ ബന്ധം എന്ന് പറയുന്നത് ഈ തട്ടിപ്പുകാരനുമായി നിരന്തരം യാത്ര ചെയ്യുകയും നിരന്തരം അവരുടെ പരിപാടികൾ പങ്കെടുക്കുകയും അവരുമായി വളരെ ബന്ധമുണ്ടാക്കുകയും ചെയ്തു എൻ രാധാകൃഷ്ണൻ.
ഇത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണല്ലോ. സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ അക്കൗണ്ടുകൾ തന്നെ പരിശോധിച്ചാൽ അറിയാലോ. ഈ നജീബ് കാന്തപുരമോ ഈ തട്ടിപ്പുകാരനോ തമ്മിൽ ഒരു ബന്ധവും ഇല്ലാന്ന് നിങ്ങൾക്കും നമുക്കും എല്ലാവർക്കും അറിയാം, ചർച്ച ചെയ്യുന്ന ആൾക്കറിയാം. നജീബ് കാന്തപുരത്തിനെതിരെ ഒരു പരാതി വന്നപ്പോഴേക്ക് തന്നെ ഇവിടെ കേസെടുത്തു, അദ്ദേഹത്തിനെതിരെ കേസെടുത്തു. ഇപ്പൊ പരാതി ഇല്ല എന്ന് പരാതി കൊടുത്ത ആളുകൾ തന്നെ പറയും ചെയ്തു. ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഇവിടെ പണം നഷ്ടപ്പെട്ട ആൾക്ക് മുഴുവൻ പണം തിരിച്ചു കൊടുക്കാനുള്ള സംവിധാനം വേണം. ഇവിടെ ജയിക്ക് പറയുന്നുണ്ട്. ജയിക്ക് ഇതിൽ മുഴുവൻ എങ്ങനെ ന്യായീകരിക്കാൻ സാധിക്കുന്നത്? ജയിക്കിന്റെ പാർട്ടിയുടെ വിദ്യാഭ്യാസ മന്ത്രി പോയിട്ടല്ലേ ഇതിന്റെ ഹെഡ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തത്? ഇത് വീഡിയോ അവൈലബിൾ ആണ്. എന്നിട്ട് ഇവിടെ ഈ മാലാഖ ചമഞ്ഞ പ്രസംഗം നടത്തിയിട്ട് എന്താണ് എന്റെ ജയിക്കാൻ കാര്യമുള്ളത്? നിങ്ങളുടെ പാർട്ടി ഇടുക്കി ജില്ലാ കമ്മിറ്റി തുറന്ന് സമ്മതിച്ചല്ലോ, തട്ടിപ്പുകാരെന്ന് ഞങ്ങൾ പണം വാങ്ങി എന്നുള്ളത് സമ്മതിച്ചല്ലോ. നിങ്ങൾ ഇലക്ട്രൽ ബോണ്ടിന്റെ അടക്കം കാലഘട്ടങ്ങൾ പറഞ്ഞിരുന്നത് എന്താണ്? തട്ടിപ്പുകാരെന്ന് CPM പണം വാങ്ങില്ല എന്നാണല്ലോ പറഞ്ഞിരുന്നത്. ഒന്നാം തരം തട്ടിപ്പുകാരൻ നിങ്ങൾ പണം വാങ്ങിയെന്ന് നിങ്ങൾ അഡ്മിറ്റ് ചെയ്തല്ലോ. ആ പണം തിരിച്ചു കൊടുക്കാൻ തയ്യാറുണ്ടോ? 2.5 ലക്ഷം വാങ്ങിയെന്ന് അഡ്മിറ്റ് ചെയ്യുന്നു. അപ്പോ എത്ര വാങ്ങിയിട്ടുണ്ടാവും എന്നുള്ള സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ലക്ഷക്കണക്കിന് രൂപ, കോടിക്കണക്കിന് രൂപ ഈ തട്ടിപ്പുകാരെ CPM-ന്റെ നേതൃത്വങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്നുള്ള വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ മെല്ലെപ്പോക്കുള്ളത്. ഈ കേസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഏറ്റവും പ്രധാനമായിട്ടുള്ള കിങ് പിന്നായിട്ടുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യുന്നില്ല, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളെ ചോദ്യം ചെയ്യാൻ പോലും തയ്യാറാവുന്നില്ല. മറ്റേതെങ്കിലും ചെറിയ കേസായിരുന്നെങ്കിൽ പോലും പോലീസ് കാണിക്കുന്ന ഒരു ആർജവമോ ഒരു സ്പീഡോ ഈ കേസിൽ കാണുന്നില്ല. ഈ ആയിരക്കണക്കിന് വ്യക്തികളുടെ പണം നഷ്ടപ്പെട്ടുള്ള കാര്യമായിട്ട് പോലും പോലീസ് സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ, പരാതി കൊടുത്തു കഴിഞ്ഞാൽ FIR ഇടാൻ തയ്യാറാവുന്നില്ലെന്നേ പല സ്ഥലങ്ങളിലും. ഈ FIR ഇടുന്നത് പോലും വലിയ സമ്മർദ്ദത്തിനൊടുവിലാണ്. ഇപ്പൊ മുണ്ടൂരിൽ FIR ഇട്ടതിന് തന്നെ എത്ര ദീർഘമായിട്ടുള്ള പ്രക്ഷോഭത്തിനിടയിലാണ് മുണ്ടൂരിൽ FIR ഇടുന്നത്. പാലക്കാട് മണ്ണാർക്കാട് BJP നേതാക്കൾക്കെതിരെ FIR ഇട്ടിട്ടുണ്ടപ്പോ അവിടെ വലിയ സമ്മർദ്ദം ഉണ്ടായതിനു ശേഷമാണ് BJPയുടെ അവിടുത്തെ നിയോജക മണ്ഡലത്തിന്റെ ഭാരവാഹികൾക്കെതിരെ ഇപ്പോ FIR ഇട്ടുള്ളത്. ഇങ്ങനെ പല സ്ഥലത്തും വലിയ സമ്മർദ്ദം ഉണ്ടായാൽ മാത്രമേ FIR ഇടുന്നുള്ളൂ. ഇപ്പൊ നിലവിൽ വന്ന നമ്പർ ഒന്നും അല്ല അഭിലാഷേ, ഇതിനേക്കാൾ ഏറെ വലിയതാണ് ഈ തട്ടിപ്പ്. ആയിരക്കണക്കിന് ആളുകൾ ഇനിയും പരാതി കൊടുക്കാൻ ബാക്കിയുണ്ട്. RSSനോടും BJPയോടും അമിതമായ വിധേയത്വമുള്ള ഒരുപാട് കുടുംബങ്ങൾ, പാവപ്പെട്ട കുടുംബങ്ങൾ വാസ്തവത്തിൽ പരാതി കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം സംഘടന നാറണ്ട എന്ന് കരുതിയിട്ട് പരാതി കൊടുക്കാത്ത ആയിരക്കണക്കിന് പേരുണ്ട്. പണം പോയാൽ പോട്ടെ, രാധാകൃഷ്ണൻ പണം തട്ടിച്ചിട്ടുണ്ടെങ്കിൽ സംഘടന നാറണ്ട എന്നൊക്കെ വിചാരിക്കുന്ന വിശാല മനസ്സുള്ള കുറെ ഭക്തരുണ്ട്. അവർ പലരും ഇപ്പോഴും പരാതി കൊടുത്തിട്ടില്ല. പണം പോയിക്കോട്ടെ, അല്ലെങ്കിൽ മാനക്കേട് ഭയന്ന് പരാതി കൊടുക്കാത്തവരുണ്ട്. ഇതിന്റെ പരാതിയുടെ ഗ്രാവിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ തട്ടിപ്പിന്റെ ഒരു വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറമാണ്. തീർച്ചയായും വലിയ മാനങ്ങളുള്ള തട്ടിപ്പാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനിയും പരാതികൾ വരാനുണ്ട്. ഈ മഞ്ഞുമലയുടെ അറ്റമേ പുറത്തു വന്നിട്ടുള്ളൂ. ഇത് മുഴുവനായി പുറത്തു വരുമ്പോഴേക്ക് എത്ര ആളുകളുടെ പണം പോയിട്ടുണ്ടാവും, ആരൊക്കെ ഇക്കാര്യത്തിൽ നിശബ്ദമായി മറഞ്ഞിരുന്ന് ലാഭം ഉണ്ടാക്കിയിട്ടുണ്ടാവും, ആ വൻസ്രാവുകൾ കൂടി വെളിപ്പെടേണ്ടതുണ്ട്. ശ്രീ ജേക്സി തോമസ്, ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചൊരു വിഷയമുണ്ടല്ലോ, ഏരിയ കമ്മിറ്റി 2.5 ലക്ഷം രൂപ വാങ്ങി എന്നുള്ളത് ജില്ലാ കമ്മിറ്റി, ജില്ലാ സെക്രട്ടറി സമ്മതിച്ച കാര്യമാണ്, മറച്ചു വെച്ച കാര്യമേ അല്ല. അപ്പോൾ സംഭാവനയല്ലേ, ഒരു സംരംഭകനിൽ നിന്നല്ലേ വാങ്ങിയെന്ന് പറയും. എങ്ങനെയാണ് ഈ അനന്തകൃഷ്ണന്റെ പണം എന്ന് പറഞ്ഞാൽ എന്ത് പണമാണ്? ഈ പാവങ്ങളുടെ പിച്ചച്ചട്ടയിൽ നിന്ന് കൈയിട്ട് വാരിയ പണമാണ്. അതിന്റെ ഓഹരിയാണ് സംഭാവനയായിട്ടും മറ്റു രീതിയിലൊക്കെ പലർക്കും കിട്ടിയിട്ടുള്ളത്. അവിടെയുള്ള ജനപ്രതിനിധികൾ അടക്കമുള്ളവരും ആരോപണം നേരിടുന്നുണ്ട്. നിങ്ങൾ അത് അഡ്മിറ്റ് ചെയ്ത കാര്യമാണ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അമ്പ് കൊള്ളാത്തവരിലെ കുരുക്കളിൽ നിന്ന് ആ മട്ടിലുള്ളൊരു സംഗതിയാണ്. അപ്പോൾ വാങ്ങിയ പണം എന്ത് ചെയ്യും എന്നൊരു ചോദ്യം ഇവിടെ ആക്ഷൻ കമ്മിറ്റിക്കാരൻ ചോദിച്ചു. അതിനൊരു ഉത്തരവുണ്ടോ? തീർച്ചയായിട്ടും. അതായത് എല്ലാവർക്കും സൃഷ്ടിക്കേണ്ട ഒരു പൊതുബോധം, BJP കോൺഗ്രസ് നേതാക്കന്മാരുടെ സംയുക്ത നേതൃത്വത്തിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ നടത്തപ്പെട്ട ഏറ്റവും വലിയ തട്ടിപ്പിലേക്ക് നിയമവിരുദ്ധമായി പണം വാങ്ങിയ ഒരു കോൺഗ്രസ് നേതാവിനെതിരെ നടപടി വേണ്ട. ഒരു കോൺഗ്രസ്സുകാരനെയും ഞങ്ങൾ തള്ളി പറയൂല. നിയമവിരുദ്ധമായി പണം വാങ്ങി സിനിമാ താരങ്ങൾ തോൽക്കുന്നത് പോലെ പോസ്റ്റർ അടിച്ച് ജനങ്ങളെ പറ്റിച്ച് പണം പിരിച്ച BJP നേതാക്കന്മാരെ ഞങ്ങൾ തൊടൂല്ല. അവർക്കെതിരെ നടപടി വേണ്ട. പക്ഷേ നിയമവിധേയമായി ഏതാണ് അങ്ങ് സൂചിപ്പിക്കുന്നത് ശരിയെങ്കിൽ മൂലമറ്റം ഏരിയ കമ്മിറ്റി വാങ്ങിച്ച പൈസയുടെ ഭാഗമായിട്ട് CPIയും ഇടതുപക്ഷവും ഇതിൽ പ്രതികളല്ലേ? ഞാൻ ആവർത്തിക്കുന്നു, അതിൽ നിയമവിരുദ്ധമായി ഈ തട്ടിപ്പിന് ഒത്താശ ചെയ്യുന്ന നിലയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും സംശയിക്കേണ്ട. KPCCയുടെ പ്രസിഡന്റോ പ്രതിപക്ഷ നേതാവോ BJPയുടെ സംസ്ഥാന പ്രസിഡന്റോ പറയുന്നത് വ്യത്യസ്തമായ നിലപാട് ഇപ്പോഴല്ല. ഈ തട്ടിപ്പിനെ സംബന്ധിച്ച് വിവരം പുറത്തു വന്ന ആദ്യഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിച്ച പാർട്ടിയാണ് CPIM. ഞാൻ ഇപ്പോഴും പറയുന്നു, ഞങ്ങൾക്ക് ഉറപ്പില്ല ഇവരെ പോലെ ഏതെങ്കിലും ഒരു സാധാരണക്കാരനായ ഒരു ബ്രാഞ്ച് സെക്രട്ടറി, ഒരു പഞ്ചായത്ത് അംഗം, ആരെങ്കിലും ഒരാൾ പെട്ടുപോയിട്ടില്ല എന്ന് ആർക്ക് ഉറപ്പ് പറയാൻ പറ്റും? പക്ഷേ എന്താണ് ഞങ്ങളുടെ പ്രത്യേകത? അങ്ങനെ ഉണ്ടെങ്കിൽ സയൻസ് സൊസൈറ്റി പോലെ, മുദ്രാ സൊസൈറ്റി പോലെ രസീത് അടിച്ച് ജനങ്ങളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങി ഈ തട്ടിപ്പ് വീരിന് കൊഴുക്കാൻ കഞ്ഞി വെച്ച് കൊടുത്തതിൽ ഒരു പാർട്ടി അംഗമുണ്ടെങ്കിൽ അയാൾ ഈ പാർട്ടിയുടെ ഭാഗമായി തുടരില്ല. ആ ക്രിസ്റ്റൽ ക്ലിയർ
ആദരണീയരായ കോൺഗ്രസ് പ്രതിനിധിക്ക് ഇഷ്ടമുള്ള പദമാണല്ലോ. ആ ക്രിസ്റ്റൽ ക്ലിയർ നിലപാട് സ്വീകരിക്കാൻ എന്തേ കേരളത്തിൽ BJPക്കും UDF-നും കഴിയുന്നില്ല? ഞാൻ രണ്ട് കാര്യം കൂടെ പറഞ്ഞു, എന്റെ ഭാഗം അവസാനിച്ചോളാം. എന്താ പ്രത്യേകത? ഞാൻ ആവർത്തിച്ച് ചോദിച്ചു. ആലപ്പുഴയിൽ നിന്ന് മുമ്പ് മത്സരിച്ച കോൺഗ്രസിന്റെ ബഹുമാനിയായി അഭിഭാഷകരെ സംബന്ധിച്ചു ഒറ്റവാചകേ ഉള്ളൂ. കേസ് നടത്തിപ്പ് എല്ലാവർക്കും ഉണ്ട്. പക്ഷെ പ്രത്യേകത എന്താണ്? കേസ് നടത്തിപ്പിൽ തട്ടിപ്പുകാരുടെ ഫ്ളാറ്റ് സൂക്ഷിക്കുന്നത് ശരിയാണോ? തട്ടിപ്പുകാരുടെ വണ്ടി പിടിച്ചെടുക്കാൻ പോലീസ് വരുമ്പോൾ അത് പറ്റില്ല എന്ന് പറയുന്നത് ശരിയാണോ? ബഡ്സ് ആക്ട് പ്രകാരം 2019 വന്ന ബഡ്സ് ആക്ട് പ്രകാരം കേസെടുത്തത് ആരാ? എന്തേ ആദരണീയരായ അഭിഭാഷകർ അത് മറന്നു പോകുന്നു? ആ വകുപ്പിൽ കേസെടുക്കാൻ തയ്യാറായ മറ്റേത് അന്വേഷണ സംഘമുണ്ട്? ബഡ്സ് ആക്ടിന്റെ പ്രത്യേകത എന്താണ്? BSNL സഹകരണ സംഘ തട്ടിപ്പ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പ്രോമിനന്റ് തട്ടിപ്പുകളെല്ലാം ബഡ്സ് ആക്ട് പ്രകാരം എടുത്തപ്പോ പ്രതിയുടെ സ്വത്ത് കണ്ടുകെട്ടി കോടതിയുടെ ഉത്തരവുണ്ടെങ്കിൽ ആ കണ്ടുകെട്ടിയ സ്വത്ത് ഉപയോഗിച്ച് ഇതിൽ പറ്റിക്കപ്പെട്ട പാവങ്ങൾക്ക് പൈസ തിരിച്ചു കൊടുക്കാൻ പറ്റും. ആരാ ബഡ്സ് ആക്ട് കേസെടുത്തത്? കേരളത്തിലെ പോലീസ് അല്ലേ? എന്തേ അഭിഭാഷകൻ അത് കാണാതിരിക്കുന്നു? എന്തേ അതിനെക്കുറിച്ച് ഒരു വാചകം മിണ്ടാതിരിക്കുന്നു? ശരി, ഓക്കെ. എന്തായാലും നമുക്ക് ഇനിയും അടുത്ത ദിവസങ്ങളിലും ചർച്ച ചെയ്യേണ്ടി വരും. ഇവിടെ പാനലിസ്റ്റുകൾ തന്നെ സൂചിപ്പിച്ചതുപോലെ കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പായി ഇത് രൂപാന്തരപ്പെടുന്നു. അപ്പോൾ ആരൊക്കെ ഉണ്ട്, ആരൊക്കെ ഇനി പ്രതിസ്ഥാനത്ത് നിൽക്കണം, അതിനിടയ്ക്ക് ആരെങ്കിലും ഒക്കെ റാഞ്ചി രക്ഷിച്ചോണ്ട് പോവോ, ഇതൊക്കെ നമ്മൾ അറിയാൻ കാത്തിരിക്കുകയാണ്. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.